നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. നാട് ഭരിക്കുന്നവർ പ്രീണനങ്ങൾക്ക് വിധേയരാകുമ്പോൾ നീതി രണ്ട് തട്ടിലാകും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് 80-20 വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീൽ ഹർജി. വർഷങ്ങളായി ക്രൈസ്തവ സമുദായം നേരിട്ടുകൊണ്ടിരുന്ന വിവേചനങ്ങൾക്ക് അറുതി വരുത്തിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഒരു ഭരണകൂടം തന്നെ ഒരു സമുദായത്തിൻ്റെ അവകാശങ്ങളെ ഇത്ര പരസ്യമായി വെല്ലുവിളിക്കുന്നത് ചരിത്രത്തിലാദ്യം. ഇത് കാണുമ്പോൾ നമ്മുടെ സർക്കാരിനെ നയിക്കുന്നത് ഭരണഘടനയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന സംശയം തോന്നുക സ്വാഭാവികം. ഷെക്കേന ചർച്ച ചെയ്യുന്നു ക്രൈസ്തവർ ഭരണകൂടത്തിന് അനർഹരായത് എന്നു മുതൽ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു കേരള കോൺഗ്രസ് എം നേതാവ് ശ്രീ ലോപ്പസ് മാത്യു, കോൺഗ്രസ് നേതാവ് ശ്രീ സുശീൽ ഗോപാൽ, മൈനോറിറ്റി ലൈറ്റി കമ്മീഷൻ മൈനോറിറ്റി സ്റ്റഡീസ് കൺവീനർ ശ്രീ ജിൻസ് നല്ലേപ്പറമ്പിൽ. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ലോപ്പസ് മാത്യു, അങ്ങ് ഭരണകക്ഷിയുടെ ഒരു ഘടകകക്ഷിയാണ്, ഘടകകക്ഷിയെ പ്രതിനിധീകരിക്കുന്നു. ഈ 2021 മെയ് മാസത്തിൽ ഹൈക്കോടതി ഒരു ചരിത്ര വിധിയാണ് പുറപ്പെടുവിച്ചത്. വർഷങ്ങളായി ക്രൈസ്തവ സമുദായം നേരിട്ടുകൊണ്ടിരുന്ന ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ വിഷയത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന ഒരു വിവേചനത്തിന് അറുതി വരുത്തിക്കൊണ്ടുള്ള ഒരു വിധിയായിരുന്നു ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. വളരെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് ക്രൈസ്തവ സമുദായം ആ വിധിയെ സ്വാഗതം ചെയ്തത്. എന്നാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആ വിധിക്കെതിരെ അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ്. അവർ അതിൻ്റെ അകത്ത് എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ടതും ക്രൈസ്തവ സമുദായത്തെ ആശങ്കപ്പെടുത്തുന്നതുമായ ഒരു വസ്തുതയാണ് അനർഹരായവർക്ക് ജനസംഖ്യാനുപാതികമായ രീതിയിൽ ഈ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്താൽ അനർഹരായവർക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നത്. ഏത് സാഹചര്യത്തിലാണ് സർക്കാർ സുപ്രീം കോടതിയിൽ ഇത്തരമൊരു അപ്പീൽ സമർപ്പിച്ചത്? ശ്രീ ലോപ്പസ് മാത്യു. കൃത്യമായിട്ട് പറഞ്ഞാൽ അവര് അപ്പീല് കൊടുക്കാനുള്ള സാഹചര്യം എന്താണെന്ന് എനിക്ക് 100% മനസ്സിലായിട്ടില്ല. പത്രമാധ്യമങ്ങളോട് അറിഞ്ഞത്. കാരണം നേരത്തെ ഉള്ള ഒരു നമ്മുടെ അറിവനുസരിച്ച് അപ്പീല് പോകുന്നില്ല എന്നുള്ള തീരുമാനമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ജസ്റ്റിസ് കമ്മീഷൻ നമ്മുടെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്, ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ. അപ്പൊ ആ കമ്മീഷൻ റിപ്പോർട്ടും കൂടെ വന്നതിന് ശേഷം യഥാർത്ഥത്തിലുള്ള അവസ്ഥ അറിഞ്ഞതിന് ശേഷം അതിലൊരു ഭരണപരമായ തീരുമാനമെടുക്കാം എന്നാണ് സർക്കാർ കരുതുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് 80:1 എന്ന അനുപാതം അത് ശരിയല്ല. മറിച്ച് ജനസംഖ്യ അനുപാതികമായിട്ട് തന്നെ ആ സ്കോളർഷിപ്പിന്റെ വിതരണം ഉണ്ടാവണം എന്നാണ് നമ്മുടെ തീരുമാനം. അതാണ് നമ്മൾ മുന്നണി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പ്രായോഗികമായിട്ട് നടപ്പിലാകുമ്പോൾ സർക്കാരിന് എന്താ ആശങ്ക ഉണ്ടാകുന്നുള്ളത് അവർ വെളിവാക്കേണ്ടിയിരിക്കുന്നു. കാരണം അനർഹർക്ക് അത് കയ്യിലെത്തും എന്ന് പറയുന്നത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലാണോ? കാരണം സാമ്പത്തിക സംവരണം നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയിട്ടുണ്ട്. ആ സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് മുന്നോക്ക വിഭാഗത്തിനപ്പുറത്തേക്ക് സംവരണം ഇതുവരെ ഇല്ലാത്ത വിഭാഗങ്ങൾക്ക് ഒരു സാമ്പത്തിക സംവരണമാണ് ഈ ഇന്ത്യ ഗവൺമെന്റിൽ പാസ്സായി അല്ലെങ്കിൽ സുപ്രീം കോടതി അംഗീകരിച്ച് ഇപ്പം നമ്മുടെ നാട്ടിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അത് ജാതി സംവരണത്തിനപ്പുറത്തേക്ക് സംവരണം ഒരു മേഖലയിലും ഇല്ലാത്ത വിഭാഗത്തിന് മുഴുവൻ സാമ്പത്തിക സംവരണം. ആ സാമ്പത്തിക സംവരണത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വരുമാന പരിധിയെ സംബന്ധിച്ച് ഇപ്പോഴും തർക്കങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് എമൗണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുകയില്ലെന്ന് അടുത്ത കാലത്ത് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് ഒരു നേരത്തെയുള്ള തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതൊക്കെ വാസ്തവത്തിൽ ഇനിയും കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണ്ട വിഷയങ്ങളാണ്. കാരണം അഡ്മിഷനെ സംബന്ധിച്ചുള്ള സാമ്പത്തിക സംവരണ നിലപാടും ജോലിയെ സംബന്ധിച്ചുള്ള സാമ്പത്തിക സംവരണ നിലപാടും ഒക്കെ വളരെ കൃത്യമായിട്ട് ഇനിയും എടുക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ പൂർണ്ണമായ നിയമപരമായ മാറ്റങ്ങൾ ആവശ്യമാണ്. കാരണം KSRഉം KSSRഉം അമെൻഡ് ചെയ്താലേ വാസ്തവത്തിൽ അത് പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ KSRഉം KSSRഉം പൂർണ്ണമായിട്ടല്ലാതെ ക്യാബിനറ്റ് തീരുമാനിച്ചാണ് ഇപ്പോൾ നമ്മൾ മാറ്റം സ്വീകരിച്ചുകൊണ്ടാണ് അതിന്റെ റൊട്ടേഷന്റെ പൊസിഷനൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഒത്തിരി കാലം കൂടി വന്ന ഒരു സംവിധാനമായതുകൊണ്ട് ഈ സമരത്തെ സംബന്ധിച്ചും ഇതിന്റെ വിതരണത്തെ സംബന്ധിച്ചും ഒക്കെ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് ഇനിയും നമുക്ക് ഗവൺമെന്റിൽ നിന്നും അതുപോലെ കോടതികളിൽ നിന്നും അത് കൂടുതലായിട്ട്
മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ ലോപ്പസ് മാത്യു, ഒരു കാര്യം വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം സർക്കാർ സർവകക്ഷി യോഗം വിളിക്കുന്നു. പല രാഷ്ട്രീയ പാർട്ടികളും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയുന്നു. ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിരുന്നു. ഈ നിലവിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നഷ്ടമാവാതിരിക്കാൻ ഏകദേശം ഒരു 6.2 കോടി രൂപ അധികം ഈ സ്കോളർഷിപ്പുകളിലേക്ക് അനുവദിച്ചു. അങ്ങനെ ഒരു തീരുമാനം ഓൾറെഡി എടുത്തിരുന്നു. പിന്നെ ഏത് സാഹചര്യത്തിലായിരുന്നു വീണ്ടും ഈ വിധിയെ മറികടക്കുവാൻ, അല്ലെങ്കിൽ ഈ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും ഒരു അപ്പീലിലേക്ക് പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്? ഏതെങ്കിലും സമ്മർദ്ദത്തിന്റെ ഫലമായാണോ ഇങ്ങനെ സംഭവിച്ചത്? സമ്മർദ്ദം എന്ന് പറയുന്നത് ഇല്ല. ഒരു മിനിറ്റ് ലോക സാർ, ഒന്ന് ഫ്രെയിമിലേക്ക് ഒന്ന് വരൂ. ഫ്രെയിം ഒന്ന് കറക്റ്റ്. ഓക്കെ, പറഞ്ഞോളൂ. ഏതെങ്കിലും നില സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർവകക്ഷി യോഗം വിളിച്ചത്. ആ സർവകക്ഷി യോഗത്തിൽ എല്ലാ കക്ഷികൾക്കും സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള അവസരം ഉണ്ടായി. സ്വാഭാവികമായിട്ട് ഈ വിഷയത്തിൽ നമ്മുടെ സംസ്ഥാന സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ നിലപാടുകൾ വരും. പക്ഷെ വ്യത്യസ്തമായ നിലപാട് വരുമ്പോഴും കേരളത്തിലെ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നമ്മുടെ മതനിരപേക്ഷ സംസ്ഥാനം ആയതുകൊണ്ട് ഒരു മതത്തെ സംബന്ധിച്ചോ ജാതിയെ സംബന്ധിച്ചുള്ള രീതിയിൽ അതിനെ കാണരുത്. മറിച്ച് നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യം, അത് അർഹതപ്പെട്ട വിഭാഗങ്ങൾ കൊടുക്കാനുള്ള തീരുമാനം ആണ് ഗവൺമെന്റ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓൾ പാർട്ടി വിളിച്ചത്. പിന്നെ ഇപ്പൊ നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരുന്ന വിഭാഗത്തിന് കൂടുതലായി ആശങ്ക ഉണ്ടായി. കാരണം അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം ഇല്ലെന്നായി പോവോ, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടി സെക്കൻഡ് ഇയർ ആയപ്പോൾ കുട്ടിക്കില്ല, അല്ലെ തേർഡ് ഇയർ ആകുമ്പോൾ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആശങ്ക വന്നപ്പോൾ അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു വൺ ഡേ സെറ്റിൽമെന്റ് നിലയ്ക്കതാണ് വാസ്തവത്തിൽ കൂടുതൽ ഫണ്ട് ഒരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ക്രൈസ്തവ സമുദായത്തിന് ഒരു ഉരുത്തിരിയുന്ന ഒരു ആശങ്ക ഈ മുസ്ലിം സമുദായങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സർക്കാർ ഈ ഒരു അപ്പീലിന് പോയി എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഒരു സമുദായത്തിന്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മറ്റ് സമുദായത്തിൽപ്പെട്ടവരുടെയും കൂടി നികുതി പണം ഉപയോഗിച്ച് കോടികൾ ചെലവഴിച്ചാണ് ഇനി സർക്കാർ സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ പോകുന്നത്. അവർ നഷ്ടപ്പെടുന്നു എന്ന് അവർ അവകാശപ്പെടുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ പോകുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഒരു തരത്തിലും അവരുടെ ആനുകൂല്യങ്ങൾ ഒരു തരത്തിലും നഷ്ടമാവുന്നില്ല. ആ തരത്തിലൊരു അറേഞ്ച്മെന്റ് സർക്കാർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവർക്ക് ഒരു നീതി പുനഃസ്ഥാപിച്ചു കിട്ടിയപ്പോൾ മറ്റൊരു സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ആ ഒരു ആശങ്കയാണ് ക്രൈസ്തവർ പങ്കുവെക്കുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെ കാണേണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, ഈ നിലവിൽ കിട്ടിയ ആനുകൂല്യം അത് തുടർന്ന് കിട്ടുമോ എന്നുള്ള പേടി. പക്ഷെ ആ പേടി അസ്തമിപ്പിക്കാൻ വേണ്ടിയാണ് അഡീഷണൽ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. അത് തീർച്ചയായും ഒരു മണ്ഡല സെറ്റിൽമെന്റ് ആണ് നമ്മൾ കണക്കാക്കുന്നത്. അതേസമയം ഈ റേഷ്യോ തന്നെ വന്നത് 80:20 എന്ന് പറയുന്നത് വാസൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ കേരളത്തിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി പാലോട് ഗവൺമെന്റ് റിപ്പോർട്ട് വെച്ചു. പക്ഷെ ഇവിടെ പാലോട് ഗവൺമെന്റ് റിപ്പോർട്ട് വെച്ചപ്പോൾ അന്ന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വേണ്ടിയിരുന്നു. കാരണം അത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെ കേരളം നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിനെ സംബന്ധിച്ചുള്ളതാണോ, അതേസമയം അത് മുസ്ലിം സമുദായത്തിന് പിന്നോക്കമായിട്ട് നിൽക്കുന്നു എന്ന് അവര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ പിന്നോക്കാവസ്ഥ മുസ്ലിം വിഭാഗത്തിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇംപ്ലിമെന്റ് ചെയ്യണോ എന്നുള്ള ഒരു ചർച്ച വന്നു. ഏതായാലും പാലോട് കമ്മിറ്റി റിപ്പോർട്ട് വെച്ചു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പാലോട് കമ്മിറ്റി റിപ്പോർട്ട് ആ വിഭാഗത്തിന്റെ മാത്രം പിന്നോക്കാവസ്ഥയാണ് പഠിച്ചത്. അങ്ങനെ പഠിച്ചും വാസ്തവത്തിൽ അത് അവർക്കുമായിട്ട് മാത്രം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ട ഒരു തീരുമാനമാണ് ഉണ്ടായത്. പക്ഷെ അത് നടപ്പിലാക്കിയപ്പോൾ അത് 80:20 അപ്പൊ അവിടെ തൊട്ട് സംഗതി പാളി എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഞാൻ തിരിച്ചു വരാം ശ്രീ ലോപ്പസ്. ശ്രീ ജിൻസ്, നമുക്കറിയാം വർഷങ്ങളായി ക്രൈസ്തവർ കേരള സംസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള വിവേചനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. 80-20 ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനിലെ പ്രാതിനിധ്യം, ന്യൂനപക്ഷ കമ്മീഷനിലെ പ്രാതിനിധ്യം, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവേചനം, ഈ മദ്രസ അധ്യാപകർക്കുള്ള ഒരു ക്ഷേമനിധി, അതിൽ തന്നെ 80-20 ആ ഒരു വിഷയത്തിൽ ക്രൈസ്തവർക്ക് ഹൈക്കോടതി വിധിയിലൂടെ നീതി പുനഃസ്ഥാപിച്ചു കിട്ടി. പക്ഷേ അതിനെതിരെ ഭരണകൂടം തന്നെ ഒരു അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ. അവർ അതിനകത്ത് പറയുന്നത് ജനസംഖ്യാനുപാതികമായി ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ നിലവിലെ അവസ്ഥയിൽ വിതരണം ചെയ്താൽ അത് അനർഹരുടെ കരങ്ങളിൽ എത്തിച്ചേരും എന്നാണ്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നത് ക്രൈസ്തവർ ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾക്ക് അനർഹരാണ് എന്നൊരു സൂചനയല്ലേ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയത് ശ്രീ ജിൻസ്?
അതെ, തീർച്ചയായിട്ടും സർക്കാർ ക്രൈസ്തവരെ വെറും രണ്ടാം തരം പൗരന്മാരായി കരുതുന്ന രീതിയിലുള്ള കരുതുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ് സർക്കാരിന്റെ ഈ നിലപാട്. ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നും ഈ കോടതി ഉത്തരവിന് വളരെ സ്വീകാര്യത ലഭിച്ചു എന്നുള്ളത് സർക്കാരിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. എന്നാൽ കുറച്ചു കാലത്തേക്ക് സർക്കാർ ഒരു മൗനം പാലിച്ചു. ഈ വിഷയത്തിൽ അപ്പീലിന് പോകണോ വേണ്ടയോ എന്നതിനെ പറ്റി തീരുമാനിച്ചിട്ടില്ല. സർവമത സമ്മേളനം വിളിക്കുന്നു, സംഘടനകളുടെ സമ്മേളനം വിളിക്കുന്നു. ഇങ്ങനെ കണ്ണിൽ പൊടിയിടുന്ന ചില നടപടികൾ എടുത്തതിന് ശേഷം ക്രൈസ്തവരെ വെല്ലുവിളിക്കുന്ന നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ പൊതുവെ പറയപ്പെടുന്നത് വലിയ പുരോഗമന സർക്കാരാണ്. പ്രത്യേക പ്രീണനങ്ങളൊന്നും അവർക്ക് ആരോടുമില്ല, പ്രത്യേക മതവിഭാഗങ്ങളെ അവർ പ്രീണിപ്പിക്കാറില്ല എന്നൊക്കെ അവർ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ കൃത്യമായ ന്യൂനപക്ഷ പ്രീണനം, അതായത് മുസ്ലിം പ്രീണനമാണ്, ഇടതുപക്ഷ സർക്കാരിന്റെ മുസ്ലിം പ്രീണനമാണ് ഇത്തരം രീതിയിലുള്ള ക്രൈസ്തവരെ അവഹേളിക്കുന്ന വിധത്തിലുള്ള ചില നടപടികളിലേക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന് ക്രൈസ്തവരുമായി ഇടതുപക്ഷ സർക്കാർ, VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തുണ്ടായ ഒരു സംഘർഷമുണ്ട്. ഈ സ്വാശ്രയ കോളേജുകളിലെ 50-50 പ്രശ്നം. ഈ പ്രശ്നത്തില് ക്രൈസ്തവ മാനേജ്മെന്റുകൾ തങ്ങൾക്ക് കുട്ടികളെ നിയോഗിക്കാനുള്ള ഭരണഘടനാപരമായി തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവകാശം അടിയറ വയ്ക്കാൻ തയ്യാറല്ലാതെയും സുപ്രീം കോടതി ഉത്തരവ് ക്രോസ് സബ്സിഡി വിരുദ്ധമാണ്, അത് നിയമവിരുദ്ധമാണ്, ക്രോസ് സബ്സിഡി പാടില്ല എന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് പാലിക്കേണ്ട ബാധ്യത ഏറ്റെടുത്തതുകൊണ്ടും സർക്കാരിന്റെ നിയമവിരുദ്ധമായ നീക്കങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല. നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട്, അന്ന് MES പ്രസിഡന്റ് ആയിരുന്ന ഫസൽ ഗഫൂറിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക സ്ഥാപനങ്ങൾ, MESന്റെ സ്ഥാപനങ്ങളും മറ്റു ചില സമുദായ സംഘടനകളുടെ സ്ഥാപനങ്ങളും എല്ലാം തന്നെ ക്രൈസ്തവരെ അല്ലെ ക്രൈസ്തവ സഭാ നേതൃത്വത്തെയൊക്കെ സാമൂഹ്യ വിരുദ്ധരായിട്ടും സാമൂഹ്യ നീതിക്ക് എതിര് നിൽക്കുന്നവരായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് UPA സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരുന്നതും അതിന്റെ ഭാഗമായിട്ട് സച്ചാർ കമ്മിറ്റിയുടെ ചൂട് പിടിച്ചുകൊണ്ട് പാലോളി മുഹമ്മദ് കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് പാലോളി മുഹമ്മദ് കമ്മിറ്റിയെ വെക്കുന്നത്. ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടില് കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ മുസ്ലിങ്ങളുടെ അവസ്ഥയേക്കാൾ വളരെ മുന്നിലാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ പാലോളി മുഹമ്മദ് പഠനം നടത്തി കഴിഞ്ഞപ്പോഴേക്കും മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ വളരെ പിന്നോക്കാവസ്ഥയാണെന്ന് അങ്ങ് സ്ഥാപിക്കുകയുണ്ടായി. എന്നാൽ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെ പറ്റിയോ ക്രൈസ്തവ ക്ഷേമത്തെ പറ്റിയോ യാതൊരുവിധ പഠനങ്ങളും നടത്തിയിട്ടുമില്ല. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇവര് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേവലം ഒരു സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി മാത്രമാണ്. ഇത് ആദ്യ കാലഘട്ടത്തിൽ സർക്കാർ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പിന്നോക്കക്ഷേമ വകുപ്പിൽ നിന്നും കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്കോളർഷിപ്പാണ്. ആ സ്കോളർഷിപ്പ് പിന്നീട് ന്യൂനപക്ഷ വകുപ്പിലേക്ക് മാറ്റിയപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പിന്നോക്കക്കാരെന്നുള്ള നിലയിൽ എത്തിയും ക്രൈസ്തവർക്ക് കൂടി അത് കൊടുക്കുകയുണ്ടായി. അങ്ങനെയാണ് 80-20 എന്നുള്ള ഒരിത് വന്നതെന്നും അത് പൂർണ്ണമായും മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും ഒക്കെയാണ് ഇവര് പറയുന്നത്. വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം പിന്നോക്ക അവസ്ഥയും ന്യൂനപക്ഷ അവസ്ഥയും കൂട്ടിക്കുഴയ്ക്കേണ്ട അവസ്ഥയല്ല, രണ്ടും രണ്ടാണ്. മുസ്ലിം സമുദായം ഇവിടെ പിന്നോക്കക്കാരാണ്, ഇന്ത്യയിൽ പൊതുവെ പിന്നോക്കക്കാരാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ ക്രൈസ്തവരിൽ ലാറ്റിൻ ക്രൈസ്തവര്, നാടാർ ക്രൈസ്തവര്, ഇതുപോലുള്ള കുറെ ആൾക്കാർ പിന്നോക്കാവസ്ഥയിലാണെന്ന് പറയുന്നു. അപ്പോൾ പിന്നോക്കക്കാർക്കുള്ള ക്ഷേമ പദ്ധതികള് മറ്റു പല പദ്ധതികളും ഉണ്ട്. അതും ജനസംഖ്യാ അനുപാതത്തില് നല്ലൊരു ശതമാനം മുസ്ലിം വിഭാഗത്തിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളും അതിന്റെ സിംഹഭാഗവും മുസ്ലിം സമുദായത്തിന് വേണം എന്ന് ആവശ്യപ്പെടുന്നിടത്ത് തന്നെ പ്രശ്നമുണ്ട്. അവർക്ക് മാത്രം അത് കൊടുക്കുന്നതിൽ പ്രശ്നമുണ്ട്. നമുക്ക് യാതൊരു എതിർപ്പുമില്ല ഈ പദ്ധതിയുടെ പേര് ന്യൂനപക്ഷ പദ്ധതി എന്നുള്ള പേരുകൾ മാറ്റിയതിന് ശേഷം മുസ്ലിം ക്ഷേമ പദ്ധതികളായി നടപ്പിലാക്കിക്കൊള്ളട്ടെ. എന്നാൽ വോട്ട് ബാങ്കിനെ പേടിച്ച് അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹം അടക്കമുള്ളവര് ഇവിടെ നടത്തുന്ന മുസ്ലിം പ്രീണനം തിരിച്ചറിയും എന്ന് ഭയന്നുകൊണ്ട് ന്യൂനപക്ഷം എന്നുള്ള ഒരു വാക്കിനെ മറയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ക്രൈസ്തവരടക്കമുള്ള മറ്റു ന്യൂനപക്ഷത്തെ അവഹേളിക്കുന്ന വിധത്തിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് മുസ്ലിം വിഭാഗത്തിന് മാത്രമായിട്ട് മൈനോറിറ്റി വകുപ്പല്ല മുസ്ലിം വകുപ്പാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ആ രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു നല്ലൊരു ശതമാനം ഉത്തരവാദിത്വം ഇടതുപക്ഷ സർക്കാരിനാണ്. VS അച്യുതാനന്ദന്റെ കാലഘട്ടം മുതലേ അവര് പിന്തുടർന്നിരുന്ന നയങ്ങളാണ് പിന്നീട് UDF സർക്കാർ പിന്തുടർന്നു വന്നത്. അത് നമുക്കറിയാം, UDFൽ മുസ്ലിം ലീഗിന് വളരെയധികം സ്വാധീനമുണ്ട്.
അപ്പോൾ അതേ സമയം പുരോഗമന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിം പ്രീണനമാണ് CPIM നടത്തിക്കൊണ്ടിരിക്കുന്നത്, CPIMന്റെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനപക്ഷ വിഭാഗം എന്നുള്ള നിലയ്ക്ക് ഭരണഘടന നമുക്ക് നൽകുന്ന ചില അവകാശങ്ങള്, ചില ആനുകൂല്യങ്ങള് അത് നമുക്ക് ലഭിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇത് നമുക്ക് ലഭ്യമായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് കോടതികളിൽ നമ്മൾ പോകേണ്ട അവസ്ഥ, കോടതികളിൽ പോയി പണം ചെലവാക്കേണ്ട അവസ്ഥ. സർക്കാരിന് പൊതുജനത്തിന്റെ ടാക്സ് ഉണ്ട് എടുത്ത് വക്കീലന്മാർക്ക് കൊടുക്കാനും കേസ് നടത്തിക്കാനും. പക്ഷെ ഈ സമുദായത്തിന് ഈ രാഷ്ട്രത്തിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതികളുടെ വരാന്ത കയറി ഇറങ്ങുകയും കോടതികളിൽ സമയം ചെലവഴിക്കുകയും നമ്മുടെ വലിയ വിഭാഗം നമ്മുടെ സമുദായത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കേണ്ട വലിയൊരു തുക ഈ കോടതികളിൽ കേസിന് നടത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ടതുമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവര് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കേസിൽ കക്ഷി ചേരേണ്ടി വരും. അങ്ങനെ കക്ഷി ചേരേണ്ടി വരുമ്പോൾ നമുക്കറിയാം സുപ്രീം കോടതിയിലൊക്കെ ഒരു കേസ് നടത്തണമെങ്കിൽ എത്രമാത്രം ഈ സമുദായത്തിന് എത്രമാത്രം പൈസ മുടക്കേണ്ടി വരുമെന്ന്. അപ്പോൾ സർക്കാരിന് പൊതുജനത്തിന്റെ നികുതി എടുത്ത് ചെലവാക്കാം, പക്ഷെ ഈ സമുദായത്തെ വീണ്ടും വീണ്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു കെണിയിലേക്ക് കൂടി ഈ സർക്കാർ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നമുക്ക് കിട്ടേണ്ട ഓരോ അവകാശങ്ങൾക്ക് വേണ്ടിയും കോടതിയെ സമീപിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ നമ്മൾ എതിർക്കേണ്ടതും നമ്മുടെ പ്രതിഷേധം അറിയിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. വ്യക്തമാണ്. ശ്രീ ജിൻസ്, ഒരു കാര്യം കൂടി അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. സർക്കാർ ഒരു സമയത്ത് ഈ വിധി വന്നതിന് ശേഷം ഒരു നിശബ്ദത പാലിച്ചു. അതൊരു തന്ത്രപരമായിട്ടുള്ള ഒരു നിശബ്ദത തന്നെയായിരുന്നില്ലേ? ഒരു വാസ്തവത്തിൽ ഒരു വഞ്ചന തന്നെയായിരുന്നില്ലേ ഈ ക്രൈസ്തവ സമുദായത്തോട് സംസ്ഥാന സർക്കാർ കാണിച്ചത്? കാരണം ഒരു സർക്കാർ എന്ന നിലയിൽ എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ കാണേണ്ടതും എല്ലാവർക്കും വേണ്ടി ഒരുപോലെ പ്രവർത്തിക്കേണ്ടതുമാണ് സംസ്ഥാന സർക്കാർ. പക്ഷേ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമായിട്ട് സർക്കാർ അപ്പീൽ സമർപ്പിക്കുന്നു. ഇതൊരു വഞ്ചന തന്നെയല്ലേ ശ്രീ ജിൻസ്? തീർച്ചയായും അതെ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും മറ്റ് MLA-മാരും എല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തോട് പ്രീതിയോ പ്രീണനമോ പുലർത്താതെ എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് ഭരണം നിർവഹിച്ചോളാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അവർ അധികാരത്തിൽ എത്തുന്നത്. എന്നാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ്. നമ്മളിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിലെ മൈനോറിറ്റി കോച്ചിങ് സെന്ററുകൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്, അതായത് CCMY എന്നറിയപ്പെടുന്ന മൈനോറിറ്റി കോച്ചിങ് സെന്ററുകളുണ്ട്. കോച്ചിങ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത് എന്നാണ് ആ സെന്ററിന്റെ CCMYയുടെ ഫുൾ ഫോം. പക്ഷേ നമ്മുടെ CCMYകളുടെ എല്ലാം ബോർഡിൽ കാണുന്നത് കോച്ചിങ് സെന്റർ ഫോർ മുസ്ലിം യൂത്ത് എന്നായിരുന്നു. നമ്മളത് ലേഖനങ്ങളിലൂടെയും വളരെയധികം പ്രതികരണങ്ങളിലൂടെയൊക്കെ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റിൽ ഉൾപ്പെടെ കിടക്കുന്നത് കോച്ചിങ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത് എന്നാണെന്ന് മനസ്സിലാക്കുകയും അത് ചൂണ്ടിക്കാണിക്കുകയും കോച്ചിങ് സെന്റർ ഫോർ മുസ്ലിം യൂത്ത് എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോഴാണ് അത് പിൻവലിക്കാൻ സർക്കാർ തയ്യാറായത്. ഇപ്പോൾ പല ബോർഡുകളിലും കോച്ചിങ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത് എന്നാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, കേരളത്തിലും ഇന്ത്യയിൽ പൊതുവെയും മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ വോട്ട് ബാങ്കിന്റെ ശക്തിയുള്ള ഒരു മൈനോറിറ്റിയെ മാത്രമേ ഇവർ മൈനോറിറ്റിയായി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തില് ഏതാണ്ട് 20% അടുക്കുന്ന ഒരു മൈനോറിറ്റി വിഭാഗത്തെയാണ് ഇവർ മൈനോറിറ്റിയായി പരിഗണിക്കുന്നത്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. ശ്രീ സുശീൽ ഗോപാൽ, ഈ ചരിത്രപരമായ ഒരു ഹൈക്കോടതി വിധി, ക്രൈസ്തവർക്ക് നീതി സ്ഥാപിച്ചു തന്ന ഹൈക്കോടതി വിധി, അതിനെതിരെ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ. അതിൽ അവർ പറയുന്നു ജനസംഖ്യാനുപാതികമായിട്ട് ഈ വിധി നടപ്പിലാക്കിയാൽ അത് അനർഹരായവർക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടാൻ ഇടയാക്കും എന്നാണ്. കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ്. ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി എന്നും നിലനിന്നിട്ടുള്ളതാണ് കോൺഗ്രസ് പാർട്ടി. ഇടതുപക്ഷ സർക്കാർ കൊടുത്ത ഈ അപ്പീലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ശ്രീ സുശീൽ ഗോപാൽ? എനിക്ക് ഈ കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കാനുള്ള വളരെ വ്യക്തമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് പ്രിയപ്പെട്ട VS അച്യുതാനന്ദ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ വെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ അനുവാദം സ്കോളർഷിപ്പ് വരികയും ചെയ്തത്. അന്നത് ചെയ്യുമ്പോൾ തന്നെ എന്തടിസ്ഥാനത്തിലാണ് അവർ ഈ ഒരു റേഷ്യോ കണ്ടെത്തിയെന്ന് പോലും പലപ്പോഴും നമുക്ക് മനസ്സിലാവാത്തൊരു വസ്തുതയാണ്. അതിന്റെ പ്രതിഫലനം പിന്നീടുള്ള UDF സർക്കാരിന്റെ കാലഘട്ടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയപരമായ അടിസ്ഥാനവുമില്ലാതെ അവതരിപ്പിക്കപ്പെട്ട ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ
നടപ്പിലാക്കിയ ഒരു പദ്ധതിയെ കുറിച്ച് അവരോട് തന്നെ കൃത്യമായി ചോദിക്കുക എന്നല്ലാതെ വേറെ നിവർത്തിയില്ല. കാരണം സ്വാഭാവികമായിട്ടും അതിനുശേഷം ഇപ്പൊ ഈ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം പോലും പലപ്പോഴും അതുപോലും ഏതെങ്കിലും ഒരു ആളുകളെ ഏതെങ്കിലും ഒരു കാറ്റഗറിയെ മാത്രം പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതല്ല. സർക്കാരിനെ എല്ലാരെയും ഒരേപോലെ കബളിപ്പിക്കുക എന്നുള്ള സ്റ്റാൻഡ് എടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. സത്യം പറഞ്ഞാൽ സർക്കാരിനോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ശ്രീ സുശീൽ ഗോപാൽ, അങ്ങ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. കാരണം ഇടതുപക്ഷ സർക്കാരാണ് ഈ ഒരു നീതിപരമായിട്ടുള്ള ഒരു വിവേചനം ആരംഭിച്ചത്. പക്ഷേ UDF സർക്കാരിന്റെ കാലഘട്ടത്തിലും ഈ ഒരു വിവേചനം തന്നെ ന്യൂനപക്ഷ വകുപ്പിൽ തുടർന്നിരുന്നില്ലേ ശ്രീ സുശീൽ ഗോപാൽ? അല്ല, നിങ്ങൾ ആ ന്യൂനപക്ഷ വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സ്കോളർഷിപ്പിന്റെ എത്ര ശതമാനം ഫണ്ടുകൾ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ആ നേരത്ത് നടന്നിട്ടുണ്ടെന്നും ആ നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ നിരീക്ഷിച്ചു നോക്കണം. അപ്പോൾ അറിയാം. കാരണം അതിനകത്ത് കൃത്യമായി യാതൊരു ശാസ്ത്രീയതയും ഇല്ലാതെ നടപ്പിലാക്കുവാൻ ശ്രമിച്ച ഒരു പദ്ധതി എന്ന നിലയിലുള്ള സമീപനം തന്നെയാണ് UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ അതിനകത്ത് നടന്നിട്ടുള്ളത്. ക്ഷമിക്കണം. ഈ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ഈ 80-20 ഹൈക്കോടതി വിധി റദ്ദാക്കി ആ ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യണമെന്ന് വിധി കൽപ്പിച്ച ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ സമർപ്പിച്ച പിണറായി സർക്കാരിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ അതോ അതിനെ തള്ളിക്കളയുന്നുണ്ടോ? ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് സർക്കാർ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്ന സമയത്തോ അതുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്ന സമയത്തോ അതിനോട് സമീപിച്ച രീതിയുടെ പ്രശ്നമാണ് അവർക്ക് അവരെടുത്ത തീരുമാനത്തെ സാധൂകരിക്കുന്നതിനുള്ള യാതൊന്നും തന്നെ കോടതി സമർപ്പിക്കാൻ സാധിച്ചില്ല എന്നതുകൊണ്ടാണല്ലോ ഹൈക്കോടതിയിൽ കേസ് ദോഷമാകും. കാരണം എപ്പോഴും നമുക്കറിയാം, ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലൊക്കെ അല്ലെങ്കിൽ ഏത് കോടതി സംവിധാനത്തിലായാലും കേസ് നടത്തുന്ന സമയത്ത് സർക്കാരിന് ഏറ്റവും അധികം സ്പേസ് കിട്ടുന്ന സംവിധാനങ്ങളാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. സർക്കാരിന്റെ വാദങ്ങളെ കൃത്യമായി, കാരണം ഒരു ഗവൺമെന്റ് അതോറിറ്റി എന്ന നിലയിൽ അത് സ്വാഭാവികമായിട്ടും വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അവതരിപ്പിക്കും എന്നുള്ള പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് കൃത്യമായ സ്പേസ് കിട്ടാറുള്ളതാണ്. പക്ഷെ ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കൃത്യമായ വാദമുഖങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നതുകൊണ്ട് ആയിരിക്കാം ഹൈക്കോടതി വിധി എതിരായത്. ഇപ്പൊ ഹൈക്കോടതി വിധി വന്നതിന് ശേഷവും കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് സാധിച്ചില്ല. ഇപ്പോ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് പോലും തലയിൽ മുണ്ടിട്ട് കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം പുറത്ത് വേറെ സ്റ്റാൻഡ് എടുക്കുകയും പിന്നീട് ചെയ്യുന്നത് അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് എന്നതാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയമായിട്ട് എനിക്ക് തോന്നുന്നത്. ജനങ്ങളോടോ മീഡിയയോടോ പറയുന്നതല്ല സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കണം, എനിക്ക് കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ട്. എന്നിടയ്ക്കാണ് ഞാൻ വന്നത്. ഞാൻ ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ, നോ പ്രോബ്ലം. ശ്രീ ലോപ്പസ് മാത്യു, നമുക്കറിയാം കഴിഞ്ഞ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ കേരള കോൺഗ്രസ് എം മധ്യ കേരളത്തിൽ ഈ ഇടതു മുന്നണിക്ക് വളരെയധികം ഈ ഇലക്ഷനിൽ വളരെയധികം പ്രയോജനം ചെയ്തു. പല സീറ്റുകളിലും നിർണായക ശക്തിയാവാൻ കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചു. നേരത്തെ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ അങ്ങ് സൂചിപ്പിച്ചു, ഈ ക്രൈസ്തവർക്ക് ഈ നീതി ലഭ്യമാക്കി തന്ന ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ സമർപ്പിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടിനെതിരെ അങ്ങ് സംസാരിക്കുകയുണ്ടായി. ഇത് കുറെ കൂടി ഉറക്കെ അല്ലെങ്കിൽ കുറെ കൂടി ശക്തമായി ഇടതുമുന്നണിയുടെ സംവിധാനങ്ങളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് LDF-ൽ തന്നെ ഉന്നയിക്കേണ്ടതല്ലേ കേരള കോൺഗ്രസ് എം? അല്ല, തീർച്ചയായിട്ടും അതിന്റെ ക്ലാരിഫിക്കേഷൻ ഞങ്ങൾ ചോദിക്കും. പക്ഷെ അതിലുപരി എനിക്ക് തോന്നുന്നത് ഈ കോടതി വിധി അല്ലെ സുപ്രീം കോടതി പോയതിന് ഗവൺമെന്റ് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇത് നടപ്പിലാക്കുമ്പോഴുള്ള ഒരു പ്രായോഗികമായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് സാമ്പത്തിക അതിന്റെ അളവിനെ സംബന്ധിച്ചാണ്, വരുമാനത്തിന്റെ അളവിനെ സംബന്ധിച്ചാണ്. അപ്പൊ അതിനൊരു ക്ലാരിറ്റി കിട്ടണം എന്നുള്ളതാണ് ഗവൺമെന്റ് ഒരു ഉദ്ദേശം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ JV കോശി കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ എല്ലാ തരത്തിലും ക്രിസ്ത്യൻ അവസ്ഥ പഠിക്കുക. ഞാൻ പിന്നോക്കാവസ്ഥയും തന്നെ പറയുന്നില്ല, കാരണം ഒരു സ്റ്റാറ്റസ് ആണ്, ഒരു പ്രസന്റ് സ്റ്റാറ്റസ് അസസ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും നല്ല റിപ്പോർട്ട് കിട്ടും. അപ്പൊ ആ റിപ്പോർട്ട് നമുക്കിവിടെ എന്താ പ്രശ്നം, നമ്മളിപ്പോ ഒരു ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ അപ്പുറത്തേക്ക്. ശ്രീ ലോപ്പസ് മാത്യു, ഒരു കാര്യം നമുക്ക് ഇത് ഈ പദ്ധതികളെല്ലാം പറഞ്ഞോളൂ. അതായത് നമ്മളെ ഇത് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എല്ലാ വിഭാഗവും ഉണ്ട്. ഞാനിവിടെ രാഷ്ട്രീയമായിട്ട് തന്നെ അതിനെ വളർത്താൻ ആഗ്രഹിക്കുന്നുമില്ല. അതിന്റെ കാരണം ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, അച്യുതാനന്ദക്കാർ കൊണ്ടുവന്നു, പക്ഷെ UDF സർക്കാർ അതിനുശേഷം 5 കൊല്ലം ഭരിച്ചു, അവരൊരു മാറ്റം വരുത്തിയില്ല. അത് തന്നെയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, ആ 5 വർഷം UDF സർക്കാരിന്റെ കാലത്താണ്, അല്ലെ മുസ്ലിം ലീഗിന്റെ സ്വാധീനത്താലാണ് കൂടുതലായ സ്കോളർഷിപ്പ് വിതരണവും
മുമ്പ് അദ്ദേഹം പറഞ്ഞ പോലെ ബോർഡിന്റെ എഴുത്തിനെ സംബന്ധിച്ചുള്ളതും അല്ലെങ്കിൽ മദ്രസകളെ സംബന്ധിച്ചുള്ള സഹായങ്ങളും അത് ശമ്പളമാണെന്ന് വരെ തെറ്റിദ്ധരിച്ചു. പക്ഷെ ശമ്പളം കൊടുക്കുന്നില്ല, ചില ക്ഷേമ കാര്യങ്ങളാണെന്ന് പറഞ്ഞു. എന്തായാലും അതിലൊരു അതിപ്രസരം ഉണ്ടെന്ന് എല്ലാവർക്കും തോന്നി. പക്ഷെ ഇപ്പോൾ അത് കോടതി ചോദ്യം ചെയ്യപ്പെട്ടു. കോടതി അതിനകത്ത് ആ കേസിൽ വന്ന മെറിറ്റ് നോക്കിയിട്ട് 80-20 ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണ്ട വിഷയമായത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, അതായത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ബേസിലുള്ള ഒരു പഠന റിപ്പോർട്ടാണ്. അപ്പൊ ഓൾ ഇന്ത്യ ബേസിലുള്ള മുസ്ലിം പിന്നോക്കാവസ്ഥയാണ് അവർ പഠിച്ചത്. അത് ശരിയാ, കാരണം യു പിയിലോ ബീഹാറിലോ പിന്നോക്കാവസ്ഥ മുസ്ലിംസിന് വളരെ കൂടുതലാണ്. അത്രയും കേരളത്തിൽ വരണമെന്നില്ല. പക്ഷെ എങ്കിലും ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുസ്ലിം പിന്നോക്കാവസ്ഥ പഠിക്കാനാണ് പാലോട് കമ്മിറ്റിയെ വെച്ചത്. അപ്പോൾ ആ പാലോട് കമ്മിറ്റി പഠിച്ചപ്പോൾ കുറച്ച് പിന്നോക്കാവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കേരളത്തിലെ യഥാർത്ഥ അവസ്ഥ എന്താ? കേരളത്തിൽ നമുക്കറിയാം, ആദ്യകാലത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ കൂടുതൽ സ്ഥാപനങ്ങളുണ്ട്, കുറച്ച് വിദ്യാഭ്യാസങ്ങളുടെ വിരോധി ഉണ്ടായിട്ടുള്ളത് ശരിയാണ്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ക്രിസ്ത്യനും മുസ്ലിമും എല്ലാ വിഭാഗത്തിന്റെ സ്ഥാപനങ്ങൾ തുടങ്ങുകയും, പ്രത്യേകിച്ച് നമ്മൾ ഈ സെൽഫ് ഫിനാൻസിങ് സംവിധാനം വന്നതിന് ശേഷം മുസ്ലിം വിഭാഗം കൂടുതലായ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും, ഞാൻ സിൻഡിക്കേറ്റ് ഉണ്ടായിരുന്നതാണ്, എനിക്കറിയാം. അത് കോളേജുകളായാലും ശരി, സ്കൂളുകളായാലും ശരി, ഒരുപക്ഷെ 89 വർഷ വിദ്യാഭ്യാസ മന്ത്രി കാലത്താണ് ഈ സെൽഫ് ഫിനാൻസിങ് എന്ന സംവിധാനം തന്നെ തുടങ്ങുന്നത്. അത് സ്കൂളിലും കോളേജിലും പ്രൊഫഷണൽ കോളേജിലും ഉൾപ്പെടെ എല്ലായിടത്തുമായി. അപ്പോൾ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ് അവസരം അവർ കൈവന്നു. അപ്പൊ അവർ വിദ്യാഭ്യാസപരമായി വളരെ പുരോഗതി നേടിയിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തില് നമ്മളെല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രസന്റ് സ്റ്റാറ്റസ്, അതായത് യഥാർത്ഥമായ അവസ്ഥ മുസ്ലിം വിഭാഗത്തിന്റെ അല്ലെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ, അത് പഠിച്ചിട്ട് അതനുസരിച്ചുള്ള ഒരു ആനുകൂല്യമാണ് സർക്കാരുകൾ കൊടുക്കേണ്ടത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ സുപ്രീം കോടതി വരുമ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ടാൽ, ഈ അപ്പീലിൽ തന്നെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, JB കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ആ JB കമ്മീഷൻ റിപ്പോർട്ടും കൂടെ വന്നിട്ട് ആയിരിക്കും യഥാർത്ഥമായി ഇംപ്ലിമെന്റേഷൻ സംസ്ഥാനം നടപ്പിലാക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് യഥാർത്ഥമായി ഒരു പ്രസന്റ് വിദ്യാഭ്യാസ സ്റ്റാറ്റസ് മുസ്ലിംസിന്റെയും ക്രിസ്ത്യൻസിന്റെയും പഠിച്ചതിന് ശേഷം നമുക്ക് അത് കൃത്യമായ നീതിപൂർവമായ ഒരു വിതരണം നടത്താൻ സാധിക്കും എന്റെ വിശ്വാസം. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഭരണകക്ഷി എന്ന നിലയ്ക്ക് അതിന്റെ വേദിയിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഉന്നയിക്കും. അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ ആവശ്യപ്പെടും. ഒരു നീതി വിതരണം ഉണ്ടാവണമെന്ന് പറയുന്നത്. ശ്രീ ലോപ്പസ് മാത്യു, രണ്ട് കാര്യം. ഈ നമുക്കറിയാം 1992 മൈനോറിറ്റി ആക്ട്, 2014 സ്റ്റേറ്റ് മൈനോറിറ്റി ആക്ട്, അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന് അനർഹമായി ലഭിക്കരുത് എന്ന്. ഈ ന്യൂനപക്ഷ മൈനോറിറ്റി ആക്ടിന് തുടർച്ചയായിട്ടാണല്ലോ ഈ ന്യൂനപക്ഷ കമ്മീഷനും ഒക്കെ രൂപവൽക്കരിച്ചത്. അതിൻ്റെ കീഴിലാണല്ലോ ഈ സ്കോളർഷിപ്പ് പദ്ധതികളൊക്കെ രൂപം കൊണ്ടത്. അപ്പോൾ ഈ വർഷങ്ങളായിട്ട് പിന്തുടർന്നു വന്ന ഈ ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഈ ഒരു പ്രക്രിയയ്ക്ക് അറുതി വരുത്തുകയല്ലേ ഹൈക്കോടതി ചെയ്തത്. ഈ വിധി നടപ്പിലാക്കുമ്പോൾ എങ്ങനെയാണ് അനർഹരുടെ കരങ്ങളിൽ ഈ ആനുകൂല്യങ്ങൾ എത്തുമെന്ന് ഗവൺമെന്റിന് പറയാൻ സാധിക്കുക? ശ്രീ ലോപ്പസ് മാത്യു. അവിടെ ഞാൻ പറഞ്ഞൊരു ക്ലാരിഫൈ, ഇവിടെ എന്താണെന്നറിയാം, ഇവിടെ പറ്റിയത് ഞാൻ ഭരണകർത്താക്കളെന്ന് പറയുന്നില്ല. ഇവിടെ ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും ന്യൂനപക്ഷ ആനുകൂല്യം തമ്മിൽ കൂട്ടിക്കൊഴിച്ചെന്നുള്ളതാണ്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് മുസ്ലിം പിന്നോക്കാവസ്ഥയ്ക്ക് മാത്രമുള്ളതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് പാലോട് കമ്മിറ്റി വെച്ചത്. അത് യഥാർത്ഥ ന്യൂനപക്ഷ ആനുകൂല്യമായിട്ട് ആ നില ക്ലബ് ചെയ്യാൻ പാടില്ലായിരുന്നു. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും ന്യൂനപക്ഷത്തിന്റെ ആ ശതമാനം അനുസരിച്ച്, ഇപ്പം കേരളത്തിലാണെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം പെർസെന്റേജ് ഓഫ് ജനസംഖ്യ, അതിന്റെ അടിസ്ഥാനത്തിൽ അതിന് വിതരണം ഒരു സംശയം വേണ്ട. പക്ഷെ പിന്നോക്കാവസ്ഥ ഏതെങ്കിലും വിഭാഗത്തിന്റെ, അത് മുസ്ലിം ആയാലും ശരി ക്രിസ്ത്യൻ ആയാലും ശരി, ഇപ്പൊ നമുക്കറിയാലോ ഈ ലാറ്റിൻ വിഭാഗത്തിന് പിന്നോക്കാവസ്ഥ ഉണ്ട്, അവർക്കൊരു റിസർവേഷൻ ഇപ്പൊ തന്നെ കമ്മ്യൂണിറ്റി റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സാമ്പത്തിക സംവരണം വന്നു. ആ സാമ്പത്തിക സംവരണത്തിലും ഇത് ആനുകൂല്യമൊന്നും ഇല്ലാത്ത വിഭാഗത്തിന് അല്ലെങ്കിൽ സംവരണമൊന്നും ഇല്ലാത്ത വിഭാഗത്തിന് ആ ആനുകൂല്യം കൊടുക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് സാമ്പത്തിക സംവരണം വേറെ, ന്യൂനപക്ഷ ക്ഷേമം അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആ വിതരണം വേറെ. പിന്നെ കൃത്യമായി ഏത് വിഭാഗത്തിന് പിന്നോക്കാവസ്ഥയിലാണെങ്കിൽ, അത് മുസ്ലിം ആയാലും ശരി ലാറ്റിൻ ആയാലും ശരി, അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ നമ്മൾ CSC എന്ന് പറയുന്ന വിഭാഗത്തിന് ക്രിസ്ത്യൻ ആണെങ്കിലും അവിടെ പിന്നോക്കാവസ്ഥയുണ്ട്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ മേലുകാവ് മൂന്നിലവ് പ്രദേശത്ത് CSC സമുദായമുണ്ട്. അവരെ ST ആയിട്ട് അവർ കളിക്കുന്നവരെ, ഷെഡ്യൂൾ ട്രൈബ് ആയിട്ട് അവർ കളിക്കുന്നത്, അവർ ക്രിസ്ത്യൻസ് ആണ്. അപ്പൊ അവിടെ പക്ഷെ പിന്നോക്കാവസ്ഥയുണ്ട്. അപ്പൊ ആ പിന്നോക്കാവസ്ഥ, യഥാർത്ഥ പിന്നോക്കാവസ്ഥ, either it is CSC ആയിക്കോട്ടെ, ലാറ്റിൻ കാത്തലിക് ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ആ പിന്നോക്കാവസ്ഥ പഠിച്ചിട്ട് വേണം ഈ വിതരണമൊക്കെ നടത്താൻ. അതാണ് കേരള കോൺഗ്രസ് പാർട്ടി സ്റ്റാൻഡ്. അത്
ഇപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, അത് കുറച്ചും കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ, അതായത് ഒരു ക്ലാരിറ്റി വിഷയത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ആ ക്ലാരിറ്റി വരുത്താൻ നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. ശ്രീ ലോപ്പസും ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം നമുക്കറിയാം, ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഈ ഒരു വെബ്സൈറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, പുതിയതായിട്ട് ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ഇറക്കിയ നോട്ടിഫിക്കേഷനുകളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജനസംഖ്യാനുപാതികമായി സ്കോളർഷിപ്പ് വിതരണം ചെയ്യും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു വസ്തുത, ഫസ്റ്റ് പ്രിഫറൻസ് BPL വിഭാഗക്കാർക്കായിരിക്കും. BPL വിഭാഗക്കാരുടെ അഭാവത്തിൽ ഒരു വരുമാന പരിധി അവർ നിശ്ചയിച്ചിട്ടുണ്ട്. ആ BPL വിഭാഗക്കാരുടെ അഭാവത്തിലായിരിക്കും APL വിഭാഗക്കാർക്ക് ഈ ഒരു സ്കോളർഷിപ്പ് വിതരണം ചെയ്യുക എന്നത്. അപ്പോൾ തന്നെ ഈ ഒരു വിതരണത്തിൽ ഒരു തരത്തിൽ നമുക്ക് ഈ അനർഹരുടെ കരങ്ങളിൽ എത്തിച്ചേരും എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ലല്ലോ. ഈ പുതിയ നോട്ടിഫിക്കേഷൻ അങ്ങ് പരിശോധിച്ചാൽ അത് കാണുവാൻ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് ശരിയാണ്. ഞാൻ പറഞ്ഞു, ഇപ്പൊ നമുക്കൊരു ഇപ്പോൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് BPL ആണ്. അതുകൊണ്ട് BPL തന്നെ കൊടുത്തു. പിന്നെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ ഒരു ഫർദർ മോർ ഏതായാലും ഈ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തതിനെ സംബന്ധിച്ച് നമ്മൾ ആ നിലയ്ക്ക് 100% അംഗീകരിക്കുന്നില്ല. പിന്നെ ആ സുപ്രീം കേസ് അടക്കം ക്ലാരിഫിക്കേഷൻ, ഗവൺമെന്റ് പറഞ്ഞതുപോലെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കി തരണം. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ സ്റ്റാറ്റസിൽ ഹൈക്കോടതി വിധി അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന BPL പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം APL വരുമാന പരിധി പറഞ്ഞിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ രണ്ടു കൂട്ടർക്കും ആ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും ഈ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലും ആ ആനുകൂല്യം കിട്ടും. ഇപ്പൊ അങ്ങനെയാണ് നമ്മൾ നടക്കുന്നത്. പക്ഷെ ഒരു ഫർദർ മോർ ക്ലാരിഫിക്കേഷൻ വേണ്ടി ഗവൺമെന്റ് എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അനർഹരെന്ന് പറഞ്ഞത് അനർഹരുടെ കയ്യിൽ എത്തും എന്ന് പറഞ്ഞതിനെ കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ നമുക്ക് വേണ്ടി വരും. അതേസമയം JB കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം കുറച്ചും കൂടെ ക്ലിയറൻസ് കിട്ടും എന്ന് പറയുന്നത് അത് ശരിയാണ്. ആ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ യഥാർത്ഥമായ അവസ്ഥ എന്താ. ഓക്കെ വ്യക്തമാണ്. ശ്രീ ജിൻസ്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ ഈ സ്കോളർഷിപ്പ് വിതരണം, ആനുകൂല്യ വിതരണം, അതെങ്ങനെയാണ് ഈ JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? അത് ന്യൂനപക്ഷ വിഭാഗക്കാർക്കായിട്ടുള്ള ഒരു ആനുകൂല്യമല്ലേ? അത് എന്തിനാണ് ഗവൺമെന്റ് JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് വരുവാൻ വേണ്ടി കാത്തിരിക്കുന്നത്? ശ്രീ ജിൻസ്. ആദ്യം തന്നെ ശ്രീ ലോപ്പസ് മാത്യു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ കേരള കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞത് ഈ ന്യൂനപക്ഷ അവസ്ഥയും പിന്നോക്കാവസ്ഥയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നതിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് യോജിപ്പില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാക്കിയത്. എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കുറച്ച് MLA-മാർ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ നിന്നും ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ നിന്നുമുള്ള MLA-മാരുണ്ട്. ഇതിലേതെങ്കിലും ഒരു MLA നിയമസഭയിൽ ഈ കാര്യം കൃത്യമായിട്ട് പറയണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് ആവശ്യപ്പെടാനുള്ളത്. അദ്ദേഹം അത് പാർട്ടിയിൽ അത് ഉന്നയിക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പിന്തുണ നൽകുന്ന ഒരു വലിയ ജനവിഭാഗത്തിന്റെ ആശങ്കയാണത്. അപ്പോൾ കേരള കോൺഗ്രസിന്റെ നിലപാട് അദ്ദേഹം പറഞ്ഞതുപോലെയാണെങ്കിൽ അത് കൃത്യമായിട്ട് അത് നിയമസഭയിൽ ഉൾപ്പെടെ MLA-മാർ ഉൾപ്പെടെ അത് സംസാരിക്കേണ്ടതാണ്. CPM-ന്റെ മന്ത്രിമാരെ ഭയപ്പെട്ട് അങ്ങനെ നിൽക്കരുത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ഒന്ന് പറയുകയാണ്. അത് പാർട്ടി വൃത്തങ്ങളിൽ അതൊന്ന് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. ഇനിയും മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ JB കൊച്ചി കമ്മീഷനെയൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ മറ്റൊരു വഞ്ചനയുടെ രൂപമായിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്. കാരണം നമ്മൾ പല രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം, മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നം വരുമ്പോൾ അവിടെ ഒരിക്കലും പിന്നോക്ക മുസ്ലിമിനെയോ മുന്നോക്ക മുസ്ലിമിനെയോ മാറ്റി നിർത്താറില്ല. എല്ലാ മുസ്ലിമിനും ഒരുപോലെയാണ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. ഈ EWS പ്രശ്നത്തില് ചില തീവ്ര മുസ്ലിം സംഘടനകൾ വലിയ കലാപം ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ നമുക്കറിയാം, EWS എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ശക്തമായ ഒരു നടപടിയാണ്. സംവരണം ഇല്ലാത്ത വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം കൊടുക്കുന്ന ഒരു നടപടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ കേരള സർക്കാരിനും അതിനോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് ഇസ്ലാമിക സംഘടനകൾ ആ റിപ്പോർട്ട് കത്തിക്കുന്നു, വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ശ്രീ പിണറായി വിജയന് ഒരു കാര്യം ഇസ്ലാമിക സമൂഹത്തെ, ഇസ്ലാമിക സംഘടനകളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിന് പുറത്ത് എത്ര മുസ്ലിം വിഭാഗങ്ങൾക്ക് എത്ര സംവരണം ലഭിക്കുന്നുണ്ട്, കേരളത്തിന് പുറത്ത് എവിടെയാണ് എല്ലാ മുസ്ലിങ്ങൾക്കും സംവരണം ലഭിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തോടെ ഇസ്ലാമിക സംഘടനകളുടെ പ്രതിഷേധം കെട്ടടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. നമ്മൾ ഈ സുപ്രീം കോടതിയിലേക്ക് ഇനി കേസ് ചെല്ലുമ്പോൾ എനിക്ക് പറയാനുള്ളത്, സഭാ നേതൃത്വവും നമ്മുടെ ക്രൈസ്തവ സംഘടനകളും എല്ലാം നമ്മൾ ആ രീതിയിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്, ഇനി നമുക്ക് നമ്മൾ കാല് പിന്നോട്ട് വയ്ക്കുന്നതേ ഇല്ല. കേരളത്തിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മുസ്ലിം പ്രീണന അജണ്ടകളും നമ്മൾ തുറന്നു കാണിക്കണം.
കേരളത്തിൽ എല്ലാ മുസ്ലിം ആളുകൾക്കും, മുസ്ലിം സമുദായ അംഗങ്ങൾക്കും സംവരണം ലഭിക്കുന്നുണ്ട്. മുസ്ലിം വിഭാഗങ്ങളിലെ മാപ്പിള എന്ന് പറയുന്ന പിന്നോക്ക വിഭാഗത്തിന് മാത്രമായിട്ട് കൊടുത്തിരുന്ന സംവരണം പിന്നീട് ദോസ് ഹു ഓൾ ഫോളോ ഇസ്ലാം ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും എന്നുള്ള രീതിയിൽ എങ്ങനെ സംവരണം മാറി എന്നുള്ളത് സർക്കാരും അതുമായി ബന്ധപ്പെട്ടവരും PSC ഉൾപ്പെടെയുള്ളവരെ ഉത്തരം പറയേണ്ടതായിട്ട് വരും. കാരണം ഇന്ത്യയിൽ ഒരിടത്തും ഒരു മതവിഭാഗത്തിന് സംവരണം കൊടുക്കുന്നില്ല. പക്ഷെ കേരളത്തിലെ അവസ്ഥ അതല്ല. കേരളത്തിൽ ഒരു നായരോ നസ്രാണിയോ മുസ്ലിം ആയാൽ ആ മുസ്ലിമായ ആളുടെ മകന് അയാൾ മുസ്ലിം ആണെങ്കിൽ മുസ്ലിം സംവരണത്തിന് അർഹത ലഭിക്കുകയാണ്. ശ്രീ ജിൻസ്, ഒരു കാര്യം വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട്, ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ മുസ്ലിം വിഭാഗത്തിലെ എല്ലാവരും പിന്നോക്കാവസ്ഥയിലാണ് എന്ന തരത്തിൽ എന്തെങ്കിലും പരാമർശമുണ്ടോ? അത് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങൾ പിന്നോക്കാവസ്ഥയിലാണ്, ചിലർ മുന്നോക്കാവസ്ഥയിൽ, ആ രീതിയിൽ എന്തെങ്കിലും പരാമർശമുണ്ടോ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ? സച്ചാർ കമ്മിറ്റിയില് മുസ്ലിങ്ങളിലെ പിന്നോക്ക വിഭാഗക്കാരായ ചില ജാതികളെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് പൂർണ്ണമായിട്ടും വായിച്ചിട്ടില്ല. പക്ഷേ കൃത്യമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ജാതികളെ പറയുന്നുണ്ട്. കേരളത്തിലും അങ്ങനെ പിന്നോക്കം നിൽക്കുന്ന ചില ജാതികളുണ്ട്. ഉദാഹരണത്തിന് മലബാറിലെ മാപ്പിള എന്ന് പറയുന്ന ഒരു വിഭാഗം, മുസ്ലിം മാപ്പിള, മലബാറിലെ മാപ്പിള വിഭാഗം, ആ വിഭാഗം, അതുപോലെ ഉത്തരേന്ത്യയിലെ ഈ കശാപ്പും ചുരകവൃത്തിയും ഒക്കെ തൊഴിലായിട്ട് കൊണ്ട് നടക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്, മുസ്ലിങ്ങളിലെ വിഭാഗങ്ങളുണ്ട്. അവരുടെ പിന്നോക്കാവസ്ഥ ഒരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നത് ഇങ്ങനെ പിന്നോക്ക മുസ്ലിങ്ങളുടെ അവകാശം പോലും മുന്നോക്കക്കാരായ മുസ്ലിങ്ങൾ തട്ടിയെടുക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇസ്ലാമിക സംഘടനകൾ മുസ്ലിം എന്നുള്ള അവരുടെ മുസ്ലിമിനിടയിൽ ജാതിയില്ല എന്നുള്ള ഒരു കാര്യം ഉയർത്തി കാണിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ എല്ലാവരും പിന്നോക്കാവസ്ഥയിലാണ് എന്ന് സ്ഥാപിച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യ കാലഘട്ടത്തിൽ മാപ്പിള വിഭാഗത്തിന് കൊടുത്തിരുന്ന, കൃത്യമായിട്ടും മാപ്പിള മുസ്ലിം ബ്രാക്കറ്റിൽ മുസ്ലിം എന്നായിരുന്നു കൊടുത്തിരുന്നത്, അതായത് മുസ്ലിം മാപ്പിള. അങ്ങനെ അവർക്ക് കൊടുത്തിരുന്ന സംവരണം എല്ലാ മുസ്ലിങ്ങൾക്കും എങ്ങനെയായി എന്നുള്ളത് നമുക്ക് വെളിപ്പെട്ട് കിട്ടേണ്ടതുണ്ട്. അത് കോടതി വഴി തന്നെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുമെന്ന് പ്രത്യാശിക്കാം. അപ്പോൾ നമുക്കറിയാം ആരാണ് അനർഹമായിട്ട് സംവരണം പോലെയുള്ള നേടിയെടുത്തുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. ഇതിനും സർക്കാർ ഉത്തരം പറയേണ്ടി വരും. ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു നായര് സംവരണത്തിന് അർഹതയില്ലാത്ത മറ്റു മതത്തിൽപ്പെട്ട ഒരാൾ മുസ്ലിം മതം സ്വീകരിച്ചാൽ അയാൾ സംവരണത്തിന് അർഹനാകുമോ എന്നുള്ളതും കോടതിയിൽ ഉത്തരം പറയേണ്ടതായിട്ട് വരും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കോടതിയിൽ ചോദിക്കേണ്ടി വരും. ഇനി കമ്മീഷന്റെ കാര്യം, ഈ കമ്മീഷനെ വെച്ചിരിക്കുന്നത് തന്നെ ഒരു സമർത്ഥമായ കബളിപ്പിക്കലിനാണോ എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം ക്രിസ്ത്യൻ കമ്മീഷനെ വെച്ചു, ക്രിസ്ത്യൻ കമ്മീഷൻ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ആ നിർദ്ദേശങ്ങളുടെ പേരിൽ പ്രത്യേകമായിട്ട് ക്രിസ്ത്യാനികൾക്ക് കുറെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഇതുപോലെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഈ പദ്ധതികൾ ഉപയോഗിച്ചും നമ്മളെ കബളിപ്പിക്കുമെന്നുള്ളതാണ്. കാരണം ഞാനൊരു ഉദാഹരണം പറയുകയാണ്. 1 കോടി രൂപ മുസ്ലിം ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ചെലവഴിക്കുമ്പോൾ അതിൽ 80 കോടി രൂപയും ഇസ്ലാമിക ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ചെലവാക്കിയതിനു ശേഷം വെറും 20 കോടി രൂപ നമ്മുടെ ക്രൈസ്തവ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി, അല്ലെ ക്രൈസ്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേക ക്ഷേമ പദ്ധതി ഉണ്ടാക്കി എന്നുള്ള പേരിൽ 20 കോടി രൂപ മാത്രം ക്രൈസ്തവ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ ഈ 80-20 മറ്റൊരു രൂപത്തിൽ പ്രാവർത്തികമാവുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യം അതല്ല. ന്യൂനപക്ഷ വകുപ്പ് ചിലവാക്കുന്ന 1 രൂപയാണെങ്കിൽ ആ 1 രൂപയുടെ ജനസംഖ്യ അനുപാതികമായ പങ്ക് ക്രൈസ്തവർക്ക് ലഭിക്കണം. കാരണം ക്രൈസ്തവർ ന്യൂനപക്ഷമാണ്. നിങ്ങൾ പിന്നോക്കാവസ്ഥയ്ക്കാണ് സഹായം നൽകുന്നതെങ്കിൽ പിന്നോക്കക്കാർക്ക് നൽകുക. ഇവിടെ കേരളത്തിൽ നമുക്കറിയാം PSCയിലെ OBC-ക്കാർക്ക് കൊടുക്കുന്ന സംവരണത്തില് 14% സംവരണം ഇസ്ലാമിക വിഭാഗത്തിന് ലഭിക്കുന്നു, 15% സംവരണം ഈഴവർക്ക് കൊടുക്കുന്നു. മറ്റുള്ള വിഭാഗങ്ങൾക്ക്, ലാറ്റിൻ ക്രൈസ്തവർക്ക് 4% സംവരണം. കുടുംബികളുണ്ട്, വിശ്വകർമ്മജരുണ്ട്, ഒരുപാട് OBC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവർക്കെല്ലാം വളരെ 1%, 0.5% ഒക്കെ സംവരണമാണ് പലർക്കും ഉള്ളത്. ആ കൊടുക്കുന്നത് ജനസംഖ്യയിലുള്ള പ്രാതിനിധ്യം വെച്ചുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം പുനഃപരിശോധിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. നമ്മുടെ PSCക്ക് ഒരു വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്തു. കഴിഞ്ഞ 20 വർഷക്കാലം PSC വഴി നിയമനം ലഭിച്ച മുസ്ലിം ഉദ്യോഗസ്ഥരുടെ എണ്ണം എത്രയാണ്? കേരള സർക്കാരിന്റെ ഉദ്യോഗസ്ഥരായിട്ട് PSC വഴി നിയമനം ലഭിച്ച മുസ്ലിങ്ങളുടെ എണ്ണം ആകെ എത്രയാണ്? ഇതിൽ എത്ര പേരാണ് ജനറൽ മെറിറ്റിൽ നിയമനം ലഭിച്ച മുസ്ലിങ്ങൾ? നമുക്കറിയാം ഉയർന്ന മാർക്ക്, ഈ പറയുന്ന പിന്നോക്കാവസ്ഥയൊന്നും മുസ്ലിങ്ങൾക്കില്ല. അടുത്ത കാലഘട്ടത്തിൽ വന്ന റാങ്ക് ലിസ്റ്റുകൾ നോക്കിയാൽ മതി. എഞ്ചിനീയറിംഗിന്റെയും എൻട്രൻസിന്റെ നീറ്റും ഉൾപ്പെടെയുള്ള എൻട്രൻസ് പരീക്ഷകളിലെല്ലാം മുസ്ലിം വിഭാഗം മുന്നോക്കമാണ്. വളരെ നല്ല കാര്യമാണ്. അതിനെ നമ്മൾക്ക് ആർക്കും അസൂയയോ കാര്യങ്ങളോ ഒന്നുമില്ല.
പക്ഷേ അങ്ങനെ മുന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗത്തിൽ നിന്നും കഴിവുള്ളവര് ജനറൽ മെറിറ്റിൽ കയറി പോവുകയും മാർക്ക് കുറഞ്ഞവരും കഴിവ് കുറഞ്ഞവരും സംവരണത്തിലൂടെ കയറി വരികയും അങ്ങനെ ഏകദേശം പൂർണ്ണമായിട്ടും അവർക്ക് വരികയും ചെയ്യുമ്പോൾ ഇതിനൊക്കെ കൃത്യമായ ഒരു കണക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ PSC യോട് ചോദിച്ചു, ഇതിന്റെ ഒരു കണക്ക് തരിക. കഴിഞ്ഞ 20 വർഷ കാലഘട്ടത്തിൽ നിങ്ങൾ വഴി എത്ര നിയമനങ്ങൾ നടന്നു കേരളത്തിൽ? അത് പ്രത്യേക ക്ലാസ് ഒന്നും ചോദിച്ചിട്ടില്ല. ക്ലാസ് 4 തൊട്ട് മുകളിലേക്ക് എത്ര നിയമനങ്ങൾ PSC വഴി നടന്നു? അതിൽ എത്ര മുസ്ലിം ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്? അങ്ങനെ ജോലി ലഭിച്ചവരിൽ എത്ര മുസ്ലിങ്ങൾ ജനറൽ മെറിറ്റിൽ ജോലി ലഭിച്ചവരാണ്? എത്ര മുസ്ലിങ്ങൾ സംവരണത്തിൽ ജോലി ലഭിച്ചവരാണ്? എനിക്ക് ആ നമ്പർ മാത്രം ലഭിച്ചാൽ മതി. പക്ഷെ PSC എനിക്ക് തന്ന മറുപടി വളരെ രസകരമാണ്. ഈ കണക്കുകൾ അങ്ങനെ കൊടുക്കാൻ മാത്രമുള്ള രീതിയിൽ ഇവിടെ PSC സൂക്ഷിച്ചിട്ടില്ല എന്ന്. എത്ര വലിയൊരു വിരോധാഭാസമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ശ്രീ ലോപ്പസ് മാത്യുവിന്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങളുടെ MLA ചോദിക്കുക, നിയമസഭയിൽ ചോദിക്കുക. ഇത് SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പ്രാതിനിധ്യം കുറവാണ് എന്നാണ് പറയുന്നത്. അത് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? PSC ഡേയിൽ ഇല്ലാത്ത കണക്ക് എങ്ങനെയാണ് SDPIക്ക് ലഭിക്കുന്നത്? PSC ഡേയിൽ കണക്കില്ലെങ്കിൽ സർക്കാരിന് അത് നിയമസഭയിൽ അറിയിക്കാനുള്ള ബാധ്യതയുണ്ട്. കഴിഞ്ഞ 20 വർഷം എത്ര പേരെ നിങ്ങൾ നിയമിച്ചു? ശ്രീ ലോപ്പസ് മാത്യുവിന്റെ ഏതെങ്കിലും MLA നിയമസഭയിൽ അത് ചോദിക്കുമോ? നമ്മൾക്ക് എല്ലാം വ്യക്തമാകട്ടെ. ഇത് സുതാര്യതയുടെ സമയമാണല്ലോ, സർക്കാരിന് സുതാര്യതയുടെ സമയമല്ലേ? ഇതൊക്കെ വ്യക്തമാകട്ടെ. അവർക്ക് പിന്നോക്കാവസ്ഥയാണ്, അവരുടെ ആളുകൾ ജോലിയിൽ കുറവാണെങ്കിൽ അവർക്ക് ജോലി കൊടുക്കട്ടെ. അതിനൊന്നും ആർക്കും എതിർപ്പില്ല. എന്നാൽ അവർക്ക് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ, മറ്റുള്ള ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവര് തൊഴിൽ നിയമനങ്ങളില്, സർക്കാർ നിയമനങ്ങളില് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം കുറയുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് സർക്കാർ നിശ്ചയിക്കേണ്ട കാര്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. കോച്ചിങ് സെന്ററുകൾ ഉണ്ടായിട്ട് കോച്ചിങ് സെന്ററുകളിൽ 80% പേരും മുസ്ലിങ്ങളെ വെച്ചിരിക്കുകയാണ്. എന്റെ വ്യക്തിപരമായ അനുഭവമാണ്. എന്റെ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വിട്ടു ന്യൂനപക്ഷ കോച്ചിങ് സെന്ററിലേക്ക്. അതിനുശേഷമാണ് ഞാൻ ഈ ന്യൂനപക്ഷ പരിപാടികളുടെ വിവരാവകാശ രേഖകളുമായിട്ട് ഞാൻ ഈ രംഗത്തേക്ക് ഇറങ്ങി വരുന്നത്. എന്റെ കൂട്ടുകാരവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാഞ്ഞിരപ്പള്ളി നൈനാർപള്ളിയോടനുബന്ധിച്ച് നടക്കുന്ന CCMYക്കാർ പറഞ്ഞു, അന്നും സെന്ററിന്റെ പേര് കോച്ചിങ് സെന്റർ ഫോർ മുസ്ലിം യൂത്ത് എന്നാ. അവര് എന്റെ കൂട്ടുകാർ അവിടെ ചെന്നവരോട് പറയുകയാണ്, നിങ്ങൾ പോയി, ഞങ്ങളൊരു ബാച്ചിനെ എടുത്തു, നിങ്ങൾ പോയി കുറച്ച് മുസ്ലിം കുട്ടികളെ കൂട്ടിക്കൊണ്ട് വരൂ. 100 കുട്ടികളെ എടുത്തൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 80 മുസ്ലിം കുട്ടികൾ വേണം, 20 ക്രിസ്ത്യൻ കുട്ടികളെ എടുക്കത്തുള്ളൂ. കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ ജനസംഖ്യ അനുപാതവും ഈ അനുപാതവും എത്രമാത്രം ക്രൈസ്തവരെ അവഹേളിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നതാണ് എന്നുള്ളത് ഓർത്ത് നോക്കുക. ഈ സ്കോളർഷിപ്പിൽ മാത്രമല്ല വിവേചനം, കൃത്യമായിട്ടും ജനസംഖ്യ അനുപാതത്തിൽ കിട്ടുന്ന ഒരേ ഒരു സ്കോളർഷിപ്പ് പ്രീമെട്രിക് സ്കോളർഷിപ്പാണ്. കാരണം പ്രീമെട്രിക് സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ നേരിട്ടാണ് അതിന്റെ കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ അത് സിഖുകാർക്ക് കൂടുതൽ കിട്ടും, കേരളത്തിൽ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും അവരുടെ ജനസംഖ്യ അനുപാതികമായിട്ട് ലഭിക്കുന്നുണ്ട്. അതേസമയം കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങിച്ച് കേരളം ഉൾപ്പെടെ തുടങ്ങി വെച്ചിരിക്കുന്ന പദ്ധതികളിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടാണ് പദ്ധതികൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എതിർക്കേണ്ടതാണ്. എതിർത്തില്ലെങ്കിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ നിലനിൽക്കാൻ, നമ്മുടെ അവകാശങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ പോകേണ്ട അവസ്ഥ വരും. അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നിഷേധിച്ചുകൊണ്ട് വെറും 2ാം തരം പൗരന്മാരായിട്ട് നമ്മളെ ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2ാം തരം പൗരന്മാരായി മാറണം എന്നുള്ളതാണ് ക്രൈസ്തവ സമൂഹം ചിന്തിക്കേണ്ടത്. ശ്രീ ലോപ്പസ് മാത്യു, അങ്ങ് PSCയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. നേരത്തെ ശ്രീ ജിൻ സൂചിപ്പിച്ചു ഈ PSCയുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപം. അതിൽ അങ്ങേക്കൊരു വ്യക്തത വരുത്താമോ ശ്രീ ലോപ്പസ് മാത്യു? തീർച്ചയായിട്ടും. അദ്ദേഹം പറഞ്ഞതിൻ്റെ അകത്ത് പല ഫാക്ച്വൽ എറേഴ്സും ഉണ്ട്. PSC യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് ഇപ്പൊ ചോദിക്കാവുന്ന 20 വർഷത്തെ അല്ലല്ലോ, 60 വർഷത്തെ ചോദിക്കാം. കാരണം PSC ഉണ്ടായിട്ട് 60 വർഷമായി. പക്ഷെ റിസർവേഷന്റെ പേഴ്സന്റ് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. റിസർവേഷന്റെ ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് 12% പിന്നെ ലാസ്റ്റ് ഗ്രേഡിന് കൊടുക്കുന്നത്, അല്ലാത്തതിന് 10%. മുസ്ലിംസിന് 10% കൊടുക്കുന്നത്. അപ്പോൾ 12 മാക്സിമം റിസർവേഷൻ, 10 മുസ്ലിം റിസർവേഷൻ, പിന്നെ 8 SC റിസർവേഷൻ, 2 ST റിസർവേഷൻ. ലാറ്റിൻ കാത്തലിക് ബാർ ആംഗിൾ ഇന്ത്യനാണ് 4%, വിശ്വകർമ്മ 4%, പിന്നെ നമ്മുടെ നാടാർ ക്രിസ്ത്യൻ 1%, ഹിന്ദു നാടാർ 1%. അങ്ങനെയാണ് അതിന്റെ 50% റിസർവേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ആ പറഞ്ഞ പേഴ്സന്റ് ശരിയല്ല. പിന്നെ അത് തന്നെ ഒരു നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റിസർവേഷൻ കേരളത്തിൽ നിൽക്കുന്നത്. ഈ 50%-നകത്ത് കേരളത്തിലെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഈഴവ ജനസംഖ്യ, മുസ്ലിം ജനസംഖ്യ, ആ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ആ ശതമാനം അങ്ങനെ വെച്ചിരിക്കുന്നത്. അത് 12, 10 അല്ലെങ്കിൽ 8 അല്ലെ 2. ഇപ്പൊ ST ഏറ്റവും പിന്നാക്കാരാ 2% ബിക്കോസ് ഓഫ് അവരുടെ ജനസംഖ്യ അതനുസരിച്ച് വെച്ചിരിക്കുന്ന. SC ഒത്തിരി വിഭാഗം പക്ഷേ 8%.
ഇപ്പൊ ഞാൻ പേഴ്സണൽ അദ്ദേഹം പറഞ്ഞ തെറ്റാണ്. പിന്നെ ഇതിനകത്തൊരു കാര്യം, നമ്മളിപ്പം ഇത് മതപരമായിട്ടോ ജാതിയായിട്ടോ തന്നെ കാണേണ്ട വിഷയമല്ലല്ലോ. ജോലി എന്നൊക്കെ പറഞ്ഞ് മെറിറ്റാ. അപ്പൊ 50% മെറിറ്റ്, 50% റിസർവേഷൻ. ഇപ്പോൾ 40% മെറിറ്റ്, 10% സാമ്പത്തിക സംവരണം, ബാക്കി 50% ബാക്കി സംവരണം. അതിൽ തന്നെ ഇപ്പോൾ 4% വികലാംഗ സംവരണമായി. ഡിസേബിൾഡ് പീപ്പിൾ, അല്ലെങ്കിൽ ഡിഫറൻറ്റ്ലി ഏബിൾഡ് എന്ന് പറയാൻ പാടുള്ളൂ. ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ട്, അത് കണ്ണായാലും ശരി, അല്ലെങ്കിൽ മറ്റേ ഫിസിക്കലായിട്ടുള്ള ഡിസബിലിറ്റി ആയാലും ശരി, ഹിയറിംഗ് ആയാലും ശരി, ഇപ്പൊ 4 വന്നിട്ടുണ്ട്. 2003 ഇപ്പൊ 4 അപ്പോൾ റിസർവേഷൻ ആ പിന്നോക്ക അവസ്ഥ, അത് ജാതി, സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ് എന്ന് പണ്ട് പറയും. അപ്പൊ അങ്ങനെയുള്ള പിന്നോക്കാവസ്ഥ നോക്കി, ഇപ്പോ ഡിഫറൻറ്റ്ലി ഏബിൾഡ് നോക്കി. അപ്പൊ റിസർവേഷന്റെ കാര്യം ആ പിന്നോക്കാവസ്ഥയുടെ പേരില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മള് കാലം മാറിയപ്പോൾ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഗണന. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക, കേരള കോൺഗ്രസ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ സാമ്പത്തിക സംവരണം വേണമെന്ന് ആശയപരമായിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളാണ്. ഏതായാലും സാമ്പത്തിക സംവരണം ഇപ്പം വന്നു. 10% സാമ്പത്തിക സംവരണം. ഇപ്പൊ അതുകൊണ്ട് ഒറിജിനൽ മെറിറ്റ് 40% ഉള്ളൂ. അപ്പൊ എനിക്കൊരു പൊതുപ്രവർത്തനത്തിൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ ജോലിയൊക്കെ ഏതെങ്കിലും വിഭാഗത്തിന് കുറവാണെങ്കിൽ ആ വിഭാഗത്തെ കുറിച്ച് പൂർണ്ണം കൊടുത്തേക്കാം. അങ്ങനെ എടുക്കാൻ പാടില്ല. കാരണം അത് വിദ്യാഭ്യാസം ചെയ്ത് മെറിറ്റ് അടിസ്ഥാനത്തിൽ വരുന്നു. അവിടെ പിന്നോക്കാവസ്ഥയുടെ പേരിൽ ഒരു റിസർവേഷൻ വരുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിനെ സംബന്ധിച്ചിട്ട് കൃത്യമായ ഒരു പിന്നോക്കാവസ്ഥ പഠിക്കണം. ഒരു കാര്യം സത്യമാണല്ലോ, നേരത്തെ മുസ്ലിം പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മലയോര മേഖലയിൽ പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ വിഭാഗത്തിന് പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നു, നാടാർ വിഭാഗത്തിനുണ്ടായിരുന്നു, CSC വിഭാഗത്തിനുണ്ടായിരുന്നു. ഇപ്പൊ കാലം മാറിയപ്പോൾ ഇതിന്റെ എല്ലാ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു കോച്ചിങ് സെന്റേഴ്സ്. കോച്ചിങ് സെന്റർ മുസ്ലിം സംഘടനകൾ, അവർ വളരെയധികം സംഘടനകൾ കോച്ചിങ് സെന്റേഴ്സ് നടത്തുന്നുണ്ട് ഫ്രീ ആയിട്ട്. സർക്കാരിന്റെ ആനുകൂല്യമുള്ള സ്ഥാപനങ്ങളുണ്ട്. അതിൽ കൂടുതൽ അവർ വളരെ ഫോക്കസ് ചെയ്ത് അതിന്റെ വരുവൻ, അപ്പം കണ്ടമാനം ട്രെയിനിങ് അവർ കൊടുക്കുന്നുണ്ട്. അവരുടെ കുട്ടികൾ മുന്നോട്ട് വരാൻ തുടങ്ങി ഒത്തിരി. അപ്പൊ അവർ സ്വാഭാവികമായിട്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗിനോ മെഡിസിനോ ലിസ്റ്റ് എടുത്താൽ അവർ ഫ്രണ്ടിൽ വരുന്നുണ്ട്, അവർ മുന്നോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രസന്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് പരിശോധിക്കണം. പിന്നോക്കാവസ്ഥ, വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ. അപ്പൊ പിന്നോക്കാവസ്ഥ എഡ്യൂക്കേഷനായിട്ട് ബാക്ക്വേർഡ് ഉണ്ടെങ്കിൽ, സാമൂഹ്യപരമായിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികപരമായിട്ടുണ്ടെങ്കിൽ, അതനുസരിച്ച് വേണം ആനുകൂല്യം സർക്കാർ കൊടുക്കാൻ. കാരണം സർക്കാർ ഇപ്പോഴും പിന്നോക്കമായിട്ട് നിൽക്കുന്ന, അത് സാമ്പത്തികമായാലും ശരി, സാമൂഹ്യമായാലും ശരി, പിന്നോക്കം നിൽക്കുന്ന ആൾക്കാണ് സർക്കാർ സഹായിക്കേണ്ടത്. നമ്മുടെ എല്ലാവരും നികുതി പണം. അപ്പൊ അത്തരത്തിൽ വേണം ഇതിനെ കാണാൻ. അതിനകത്തൊരു ജാതിയായിട്ടോ മതമായിട്ടോ കാണാൻ പാടില്ല എന്നാണ് എനിക്ക് പറയുന്നത്. ശ്രീ ലോപ്പസ് മാത്യു, നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയം മതേതര പാർട്ടിയാണെന്ന് മുസ്ലിം ലീഗ് അവകാശപ്പെടുമ്പോഴും മുസ്ലിം സമുദായത്തിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഇടത് ഭരിക്കുന്ന സമയത്താണെങ്കിലും വലതുമുന്നണി ഭരിക്കുന്ന സമയത്താണെങ്കിലും അവർ ശക്തമായി മുസ്ലിം സമുദായത്തിന്റെ ഒപ്പം തന്നെ നിൽക്കും. കേരള കോൺഗ്രസ് പാരമ്പര്യമായി ക്രൈസ്തവ പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉയരുന്ന ഒരു വിമർശനം, ക്രൈസ്തവർക്ക് ഒരു വിഷയം വരുമ്പോൾ, ഈ അടുത്ത കാലത്തെ പല വിഷയങ്ങളും ക്രൈസ്തവ സമുദായത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. 80-20, അതോടൊപ്പം തന്നെ പാല ബിഷപ്പിൻ്റെ ആ ഒരു വിവാദം, അതിലൊക്കെ ഒരു ശക്തമായൊരു നിലപാട് ക്രൈസ്തവ സമുദായത്തെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിനായി നിലകൊള്ളുന്ന ശക്തമായൊരു നിലപാട് കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളൊരു ഒരു സത്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു നിലപാടുണ്ടായില്ല എന്നൊരു വിമർശനം വ്യാപകമാണ്. ചിലപ്പോൾ ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ആ ഒരു പ്രസ്താവന ഒതുക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കേരള കോൺഗ്രസിൻ്റെ ഒരു സ്വാധീന ശക്തി കേരള രാഷ്ട്രീയത്തിൽ കുറഞ്ഞു വരുന്നുണ്ടോ ശ്രീ ലോപ്പസ് മാത്യു? അതുകൊണ്ടല്ല, തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പാലാ ബിഷപ്പിന്റെ വിഷയത്തിനും അല്ലെങ്കിൽ ഈ വിഷയത്തിനും, പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണി വന്നതിന് ശേഷം പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി, അപ്പം അതൊരു ക്രിസ്ത്യൻ മാത്രമല്ല, ഒരു നീതിയുടെ പ്രശ്നമാണ്. സമൂഹത്തിൽ ഒരു നീതിപൂർവമായ വിതരണം എല്ലാ മേഖലയിലും ഉണ്ടാവണം. അപ്പൊ അതിനനുസരിച്ച് നമ്മളിപ്പം സ്കൂൾ ടീച്ചേഴ്സിന്റെ അപ്രൂവലിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ട കേരള കോൺഗ്രസ് പാർട്ടിയാണ്. ഏതാണ്ട് 10-35 ടീച്ചേഴ്സിന്റെ വിഷയമായി പിന്നെയും കിടന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക സംവരണം, അതിന്റെ ഞാൻ പറഞ്ഞില്ല, ഞാൻ PSC ഉൾപ്പെടെ ഞാൻ റൂൾസ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു. 6 കൊല്ലം PSC ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ അവിടെ നമ്മൾ KSRഉം KSSR അമെൻഡ് ചെയ്യാൻ വർഷങ്ങളെടുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ സ്പെഷ്യൽ നോട്ട് റൂൾസ് കമ്മിറ്റി പാസ്സാക്കി ഗവൺമെന്റിൽ കൊടുത്ത് ക്യാബിനറ്റ് വെച്ച് പാസ്സാക്കി. ആ ക്യാബിനറ്റ് പാസ്സാക്കാൻ വേണ്ടി പാർട്ടി ചെയർമാനാണ് മുഖ്യ നിവേദനം കൊടുക്കുകയും ഞങ്ങൾ ബിഷപ്പ്സ്മാരോടെല്ലാം, ചങ്ങനാശ്ശേരി ഉൾപ്പെടെ അല്ലെങ്കിൽ പല എല്ലാ ബിഷപ്പ്മാരോട് പറയും, അവരുൾപ്പെടെ അവരെ കൊണ്ടുകൊണ്ട് കൊടുപ്പിച്ച് അങ്ങനെയാണ് നമ്മൾ ആ സാമ്പത്തിക സംവരണം സമയബന്ധിതമായി നടപ്പിലാക്കിയത്. അതിന് നമ്മൾ മുൻകാല പ്രാബല്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ മുൻകാല പ്രാബല്യത്തിന്റെ ഈ അഡ്വൈസ് എല്ലാം പോയത് കൊണ്ടും
ഓൾറെഡി അഡ്വൈസ് റിസർവേഷൻസ് അത് പോയതുകൊണ്ട് അതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്, അതിന് അഡീഷണൽ ആയിട്ട് വേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെയുള്ള കാര്യം അനീതി ഉണ്ടായാലും എല്ലാം നമ്മൾ ഇടപെടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുള്ളത്, നമ്മളൊരു മതനിരപേക്ഷ രാജ്യമാണ്. കേരള കോൺഗ്രസ് പാർട്ടി ഒരു ക്രിസ്ത്യൻ പാർട്ടി മാത്രമല്ല. സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ബഹുഭൂരിപക്ഷം ആളുകളും ക്രിസ്ത്യൻ വിഭാഗങ്ങളാണെന്നുള്ളത് സത്യമാണ്. പക്ഷെ മറ്റെല്ലാ വിഭാഗം അതിൻ്റെ അകത്തുണ്ട്. നമ്മളിപ്പോ നമ്മുടെ തിരുവിതാംകൂർ വിഭാഗം മാത്രമല്ല, നമ്മൾ 14 ജില്ലയിലും നല്ല ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഇപ്പൊ ഞങ്ങളുടെ പ്രാന്തി MLA പ്രമോദ് നാരായണനാണ്. അല്ലെങ്കിൽ നമ്മള് ബി ഇക്ബാലാണ് നമ്മുടെ പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. അപ്പൊ നമ്മുടെ എല്ലാ വിഭാഗക്കാരും ഉണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് മതേതര കാഴ്ചപ്പാടോടുകൂടി, എന്നാൽ അതേസമയം ഭൂരിപക്ഷം ക്രിസ്ത്യൻ ആളുള്ള അവർക്കൊരു വിഷയം ഉണ്ടായാൽ, അവർക്കൊരു അനീതി ഉണ്ടായാൽ, അവർക്കൊരു അധികമായല്ല, അവർക്ക് അനീതി ഉണ്ടായാൽ ആ വിഷയം നമ്മൾ ഇടപെടും. അതിൻ്റെ അത് യാതൊരു സംശയവുമല്ല. പാലായിലെ ഈ വിഷയത്തിലൊക്കെ പാർട്ടി ഇടപെടുകയും അല്ലെങ്കിൽ ബിഷപ്പിന് നമ്മൾ പ്രാർത്ഥന കൊടുക്കുകയും എല്ലാം ചെയ്തു. അതിൻ്റെ അകത്ത് ഒരു സംശയമില്ല. കാരണം ഏതെങ്കിലും ഒരു ആശങ്ക ബിഷപ്പിനെ സംബന്ധിച്ച് ആ വിഷയത്തിൽ പറയുമ്പോൾ അതിനെ ആ നിലയ്ക്ക് മതപരമായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ഒരു ആശങ്ക അദ്ദേഹത്തിന്റെ സമുദായത്തോട് പറയാൻ ശ്രമിക്കുമ്പോൾ അതിന് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും പറയാമല്ലോ, അതാത് സമുദായത്തിൽ അവർ പറയും. അദ്ദേഹം പറഞ്ഞു ആ വിഷയം ആ നിലയ്ക്ക് ചർച്ച ചെയ്യട്ടെ, സമൂഹം വിലയിരുത്തട്ടെ. എന്തെങ്കിലും അത്തരത്തിലുള്ള ദുഷിച്ച പ്രവണത ഉണ്ടെങ്കിൽ അത് മാറട്ടെ. പ്രത്യേകിച്ച് നമുക്കറിയാലോ, ഏറ്റവും അപകടകരമായ മയക്കുമരുന്നും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തിൽ തടയപ്പെടേണ്ടതാണ്. അത് നമ്മൾ മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെയുള്ള വളരെ മോശമായ സമൂഹത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതിന് അർത്ഥം തെറ്റൊന്നുമില്ല. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ലോപ്പസ്, ഒരു കാര്യം പലപ്പോഴും ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ചില തീവ്ര നിലപാടുകളുടെ സമ്മർദ്ദം ഭരണകൂടത്തിൽ വരുമ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് പലപ്പോഴും കേരള കോൺഗ്രസ് ഒരു നിശബ്ദതയിലേക്ക് അല്ലെങ്കിൽ ഒരു ഉദാസീനതയിലേക്ക് ഒരു നട്ടലോടുകൂടി പലപ്പോഴും നിലപാടുകൾ പറയാൻ സാധിക്കാതെ പോകുന്നത്? ശ്രീ ലോപ്പസ് മാത്യു. അല്ല, അതെന്നാ ചോദിച്ചാലേ, നമ്മളിപ്പോ ഈ പ്രത്യേകിച്ച് ഇടതുപക്ഷമുള്ള എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പൊ അദ്ദേഹം സൂചിപ്പിച്ചു അസംബ്ലി MLA പറയട്ടെ. അസംബ്ലി MLA പറയുന്നതുകൊണ്ട് മാത്രം നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ഇടതുപക്ഷ ഭരണത്തിൽ അസംബ്ലി പറയുന്നത് നല്ല പ്രശ്നം, പറയേണ്ടെന്നല്ല. അവിടെ മുന്നണിയാണ്. മുന്നണിയിൽ നമ്മള് അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രി തന്നെയാണ്. ആ ഇടതുപക്ഷ മുന്നണിയുടെ കമ്മിറ്റി കൺവീനറും മുഖ്യമന്ത്രി നമ്മൾ അതിന്റെ പ്രാതിനിധ്യമുണ്ട്. അവിടെ നമ്മൾ കാര്യങ്ങൾ പറയുന്നത്, അവിടെയാണ് അതിന്റെ നയ രൂപീകരണം വരുന്നത്. അവിടെ പറയും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് നല്ല ഉറക്കെ തന്നെ പറയുന്നുണ്ട്. അതല്ല നമ്മളിപ്പോ അസംബ്ലിയിൽ പറഞ്ഞ ഒരു കോലാഹലത്തിന്റെ അല്ല, അല്ലെങ്കിൽ വെച്ചോക്കുന്ന മാത്രമല്ല, കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുമ്പോൾ നേടിയെടുക്കുക. അപ്പം റബ്ബറിന്റെ വിലയെ സംബന്ധിച്ചാണ് ഇപ്പൊ 170 അല്ല 130 പ്രഖ്യാപിക്കുന്നു. അല്ല കർഷകരുടെ പ്രശ്നങ്ങൾ പറയുന്നു, റബ്ബറിന്റെ പരീക്ഷ പറയുന്നു, സ്കോളർഷിപ്പിന്റെ വിഷയം പറയുന്നു, ടീച്ചേഴ്സിന്റെ വിഷയം പറയുന്നു, അല്ലെങ്കിൽ സ്ഥലം നമ്മൾ കൃഷി ചെയ്യാനുള്ള തോട്ടം എത്ര ശതമാനം 5% പണ്ട് മാനസാരം ഉണ്ടെന്ന് അത് 30% ആക്കാൻ വേണ്ടി നമ്മൾ പറയുന്നു. അപ്പൊ കാർഷിക മേഖലയ്ക്കും പ്രത്യേകിച്ച് ആ കാർഷിക മേഖല എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിലെ കർഷകർ ഭൂരിപക്ഷവും ക്രിസ്ത്യൻസ് ഒക്കെയാണ്. അപ്പൊ ക്രിസ്ത്യൻസ് എന്നുള്ള അർത്ഥം മാത്രമല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഭൂരിപക്ഷം അവരുടെ ആവശ്യങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു സംശയം വേണ്ട. അത് പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ കേരള സമൂഹത്തിൽ എല്ലാ വിഭാഗത്തെ ഉൾക്കൊള്ളുന്ന പാർട്ടി ആയതുകൊണ്ട് ആ ഒരു പോയിന്റും കൂടെ നമ്മൾ പരിഗണിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ജിൻസിലേക്ക് വരാം. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരെ അങ്ങനെയല്ല, നമുക്കറിയാലോ. അവര് മുസ്ലിം ലീഗ് എന്നൊക്കെ പറയും, മുസ്ലിം ലീഗ് തന്നെ ആയിട്ടാണ് മുസ്ലിംസിന് വേണ്ടി അവർ നിൽക്കും, അവർ ഭരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ആ ഭരണത്തിന്റെ ഒരു അധിനിവേശം ഉണ്ട്. അവിടെയാണ് ഈ സ്കോളർഷിപ്പ് വിഷയമൊക്കെ വന്നത്. അവിടെ ഒരു നീതിപൂർവ്വ വിതരണം മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അത് UDF അതിനെ മറികടക്കാനും പറ്റിയിട്ടില്ല. കോൺഗ്രസ് പാർട്ടിക്കും അതിനെ അതിജീവിച്ച് ആ ഭരണത്തെ കൺട്രോൾ ചെയ്ത് കൊണ്ടാൻ പറ്റിയിട്ടില്ല. അവിടെ ഒരു അധിനിവേശം മുസ്ലിം ലീഗിന്റെ ഭാഗത്തുണ്ട്. അവിടെ ഒരു നീതികേട് ഉണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ കേരള കോൺഗ്രസ് അഭിപ്രായവ്യത്യാസം ഇല്ല. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ജീൻസ്, നേരത്തെ നമ്മൾ PSC നിയമനമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു ചർച്ച ചെയ്തത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തത ശ്രീ ലോപ്പസ് നൽകുകയുണ്ടായി. പക്ഷേ താങ്കൾ പറഞ്ഞു ഏത് സാഹചര്യത്തിലായിരുന്നു PSCയുടെ ഭാഗത്തു നിന്നൊരു വ്യക്തമായൊരു കൃത്യമായൊരു ഉത്തരം താങ്കൾക്ക് ലഭിക്കാതിരുന്നത്? ശ്രീ ജീൻസ്. ആദ്യമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞ കണക്കിൽ ഒരു ചെറിയ തെറ്റുണ്ട്. പക്ഷേ ശ്രീ ലോപ്പസ് മാത്യു പറഞ്ഞതും വളരെ കൃത്യമായ കണക്കല്ല. ഞാനിപ്പോൾ കേരള സർക്കാരിന്റെ വെബ്സൈറ്റ് തന്നെ എടുത്തത് നോക്കുമായിരുന്നു. അതില് മുസ്ലിം ഈഴവർക്ക് ക്ലാസ് 4 അല്ലാത്ത മറ്റെല്ലാ വിഭാഗത്തിലും 14% സംവരണവും, ഞാൻ 15 എന്നാണ് പറഞ്ഞത്, അതായത് എന്റെ ഭാഗം തെറ്റാണ്. മുസ്ലിം വിഭാഗത്തിന് 12%. ഞാൻ മുസ്ലിം വിഭാഗത്തിന് 14 എന്ന് പറഞ്ഞു. അതെനിക്ക് വന്ന ഒരു തെറ്റാണ്. അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈഴവർക്ക് 14 മുസ്ലിമിന് 12 ക്ലാസ് 4 അല്ലാത്ത നിയമനങ്ങളിൽ. ക്ലാസ് 4 അത് യഥാക്രമം 11 10 എനിക്ക് തോന്നുന്നു ലോപ്പസ് സാർ ഇച്ചിലൂടെ കുറച്ചാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനത് തെറ്റ് തിരുത്തുന്നു.
ഇത് എനിക്ക് ഇനി ഒരു കാര്യം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരോട്, ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവരായ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ശ്രീ ലോപ്പസ് മാത്യു വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ പാർട്ടിയല്ല, അതൊരു സെക്യുലർ പാർട്ടിയാണ്. സെക്യുലർ ആയിട്ടുള്ള ചില പാർട്ടികൾ അല്ലെങ്കിൽ മുന്നണി ബന്ധങ്ങൾക്ക് അനുസൃതമായിട്ട് അവർക്ക് നിലപാടെടുക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ 60 വർഷത്തേത് ചോദിച്ചോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ 20 വർഷത്തേത് ചോദിച്ചിട്ട് തരാൻ സാധിക്കാത്തവർ എങ്ങനെയാണ് 60 വർഷത്തേത് ചോദിക്കുമ്പോൾ തരുന്നത്? ആ ഉത്തരത്തിൽ അതിന്റെ ഒരു ഉത്തരം അത് നിയമസഭയിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും MLA-മാർ അത് ചോദിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നും അദ്ദേഹം ബുദ്ധിപരമായിട്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. എന്റെ ആ പേഴ്സൻറ്റേജ് കണക്കിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം ആ ചോദ്യത്തിൽ നിന്ന് വളരെ ബുദ്ധിപരമായിട്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറി. ഞാൻ കേരളത്തിലെ എല്ലാ MLA-മാരോടുമാണ് ചോദിക്കുന്നത്, കേരള കോൺഗ്രസ് MLA-മാരോട് മാത്രമല്ല. ഏതെങ്കിലും MLA-മാര് അതിന്റെ കാര്യത്തിൽ കൃത്യത വരുത്തുമോ? ഈ കാര്യത്തിൽ ക്രൈസ്തവരുടെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളുടെയും ഒരു കണക്ക്, മതവും ജാതിയും തിരിച്ച്, കാരണം മതവും ജാതിയും തിരിച്ചാണ് ഇവിടെ ജോലി കൊടുക്കുന്നത്. ശ്രീ ലോപ്പസ് മാത്യു പറഞ്ഞു ജോലിയൊക്കെ കൊടുക്കേണ്ടത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്, അതുകൊണ്ട് ക്രൈസ്തവര് മാത്രം മെറിറ്റ് നോക്കി ജോലിക്ക് കയറണം, സംവരണം നോക്കണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. മെറിറ്റാണ് കാര്യമാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റുള്ള സംവരണത്തെ പറ്റിയും പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം സംവരണത്തിന്റെ പേരിൽ എപ്പോഴും പഴി കേൾക്കുന്നത് SC/ST വിഭാഗക്കാരാണ്. പക്ഷേ SC-ക്ക് കൊടുക്കുന്ന സംവരണം, ഷെഡ്യൂൾഡ് കാസ്റ്റിന് കൊടുക്കുന്ന സംവരണം എന്ന് പറയുന്നത് 8%, 4%ആണെന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞു. ഷെഡ്യൂൾഡ് കാസ്റ്റിന് കൊടുക്കുന്ന 8%, ഷെഡ്യൂൾഡ് ട്രൈബിന് കൊടുക്കുന്നത് 2%. അപ്പോൾ നമുക്കറിയാം സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ നേടിക്കൊണ്ടു പോകുന്നത്. ഇത് പോകാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, കൃത്യമായിട്ട് നമുക്കറിയാം അടുത്തിടയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരുപാട് ലേഖനങ്ങൾ വന്നു. അവർക്ക് അവരുടെ മുസ്ലിം പ്രാതിനിധ്യം, സർക്കാർ സർവീസുകളിൽ മുസ്ലിം പ്രാതിനിധ്യം വളരെ കുറവാണ്, അതിനുവേണ്ടി പ്രത്യേക നിയമനങ്ങൾ നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ. അപ്പോൾ അവര് കൃത്യമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ശ്രീ ലോപ്പസ് മാത്യുവിനെ ഞാനത് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം സർക്കാർ സർവീസിലുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നത് വെറും ഒരു ജോലിയല്ല, അത് ഭരണത്തിലുള്ള പ്രാതിനിധ്യമാണ്. അത് മുന്നോക്കാവസ്ഥയുടെയും പിന്നാക്കാവസ്ഥയുടെയും ഒരു മാനദണ്ഡം കൂടിയാണ്. നമുക്കറിയാം മലയാളി മെമ്മോറിയൽ മുതലുള്ള പല പ്രക്ഷോഭങ്ങളും നടന്നിട്ടുള്ളത് ഈ സർക്കാർ സംവിധാനങ്ങളിലുള്ള അല്ലെ സർക്കാർ ജോലിയിലുള്ള പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് വെറും ഒരു ജോലിയായിട്ടല്ല അതിനെ കാണേണ്ടത്, അത് സർക്കാർ സർവീസിലുള്ള അല്ലെ സർക്കാർ സംവിധാനത്തിലുള്ള പ്രാതിനിധ്യമായിട്ടാണ്. അപ്പോൾ എന്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളെ ചുറ്റുവട്ടത്ത് ഞാൻ ഏത് സർക്കാർ ഓഫീസിൽ ചെന്നാലും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയുമാണ്. എന്നിട്ടും പോപ്പുലർ ഫ്രണ്ട് പറയുന്നു മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാർ കുറവാണ്. അപ്പോൾ അതിനൊരു കൃത്യത ലഭിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് നമുക്ക് നൽകുന്ന നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം ഉപയോഗിച്ച് ഇവിടുത്തെ PSC വഴിയാണ് നിയമനം നടക്കുന്നത്. PSC വഴി ഞാൻ നിയമനം കൊടുത്തു, ഈ വിവരം ചോദിച്ചു. ഈ വിവരത്തിന് തന്നിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇതാണ്, അവര് സൂക്ഷിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു വിവരം ഇവിടെ ചോദിച്ചിട്ടില്ല. എനിക്ക് തന്നിരിക്കുന്ന വിവരം ഇങ്ങനെയാണ്, പ്രസ്തുത വിവരം വിനിമയത്തിനായി പ്രത്യേകം ക്രോഡീകരിച്ച് സൂക്ഷിക്കുന്നില്ല. നിയമന ശുപാർശ വിവരങ്ങൾ PSC-യുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം. വേണേ പോയി PSC-യുടെ വെബ്സൈറ്റിൽ നോക്കി നിയമന ശുപാർശയുടെ വിവരങ്ങൾ നോക്കിക്കോളാം. അതായത് ഈ വിവരാവകാശ നിയമത്തെ പോലും നോക്കൂത്തിയാക്കുന്ന ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഗൂഢാലോചന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ കണക്കുകൾ ഇവർ പുറത്തുവിടട്ടെ, ജനറൽ മെറിറ്റിലൂടെ എത്ര മുസ്ലിങ്ങൾ ഇവിടെ കയറി, ജനറൽ മെറിറ്റിലൂടെ എത്ര ഈഴവർക്ക് കയറി, ജനറൽ മെറിറ്റിൽ മതിയായ പ്രാതിനിധ്യം അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ OBC സംവരണത്തിൽ കുറവ് ചെയ്യണം, അത് ജനറൽ മെറിറ്റിലേക്ക് തന്നെ മാറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ കോടതിയിൽ ഇനി നമ്മൾ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. കാരണം രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യുകയും പ്രീണനം തുടർന്നുകൊണ്ടേയിരിക്കുകയും. ഓക്കെ, വ്യക്തമാണ്. ഞാൻ സമയപരിമിതി മൂലം ഇടപെടുകയാണ്. ശ്രീ ജിൻസ്, അവസാനമായി ഒരു ചോദ്യം കൂടി. നമുക്കറിയാം ഈ 80-20 ആ സ്കോളർഷിപ്പ് വിധിയിൽ അനുകൂലമായ ഒരു നിയമ പോരാട്ടം നടത്തിയത് ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കലാണ്. ഇനി അത് ആ ഒരു നിയമവ്യവഹാരം സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരിച്ച ചെലവുകളാണ് മുന്നിൽ നിൽക്കുന്നത്. ഈ ഒരു അവസരത്തിൽ സഭയുടെ ഔദ്യോഗിക സംവിധാനത്തിൽ നിന്ന് ഈ ഒരു നിയമ പോരാട്ടത്തിനൊരു പിന്തുണ ലഭിക്കേണ്ടതല്ലേ ശ്രീ ജിൻസ്, ചുരുങ്ങിയ വാക്കുകളിൽ? തീർച്ചയായും ലഭിക്കേണ്ടതാണ്. കാരണം ഞാൻ പല സഭാ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്, യുവജന സംഘടനകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ
പൊതുവായ തലത്തിൽ വിശ്വാസികളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദത്തെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ സഭാ നേതൃത്വത്തിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് മെത്രാന്മാരുടെയൊക്കെ ചില മീറ്റിങ്ങുകളും ചില ഡിപ്പാർട്ട്മെന്റുകളുടെ മീറ്റിങ്ങുകളും നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അവരുടെയൊക്കെ പ്രസ്താവനകൾ പൊതുവെ ഈ നാളെയോ നാളെ കഴിഞ്ഞോ ഒക്കെ ആയിട്ട് അവരുടെ പ്രസ്താവനകൾ വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി ഇങ്ങനെ ഒരു നിയമ പോരാട്ടത്തിന്, കാരണം ജസ്റ്റിൻ അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് കേസ് പോയത്. നമ്മൾ വർഷങ്ങളായിട്ട് ഈ കാര്യങ്ങളെ പറ്റി സഭാ മേഖലകളിലെ സഭയുടെ പ്രസിദ്ധീകരണങ്ങൾ ഉൾപ്പെടെ എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ സഭാ നേതൃത്വം അതിന് മുൻകൈ എടുത്തില്ല. ശ്രീ ലോപ്പസ് മാത്യു പറഞ്ഞതുപോലെ എപ്പോഴും മതേതരത്വം കളങ്കപ്പെടാതെ സൂക്ഷിക്കേണ്ടത് ക്രൈസ്തവരുടെയും ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെയും മാത്രം ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ എപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. പക്ഷെ ഇനി ഈ ഒരു നിലപാട് തുടർന്നാൽ സഭാ നേതൃത്വത്തിന് വിശ്വാസികളുടെ പിന്തുണ നഷ്ടമാകും എന്നുള്ളതാണ് എനിക്ക് സഭാ നേതൃത്വത്തോട് പറയാനുള്ളത്. കാരണം ഞാൻ സംസാരിച്ച ചെറുപ്പക്കാരുൾപ്പെടെ പറയുന്നത്, ഒരു കോളേജിനെ സംബന്ധിക്കുന്ന കേസാണെങ്കിൽ, ഒരു സ്കൂളിനെ സംബന്ധിക്കുന്ന കേസാണെങ്കിൽ, ഒരു സ്കൂളിലെയോ കോളേജിലെയോ അപ്പോയിന്റ്മെന്റിനെ സംബന്ധിക്കുന്ന കേസാണെങ്കിൽ ആ കേസ് നടത്താൻ കോടതിയിൽ പോകാൻ സഭാ സംവിധാനത്തിന് പണമുണ്ട്. അതിനുവേണ്ടി അവര് സുപ്രീം കോടതിയിൽ വരെ പോകും. പക്ഷേ ഈ ക്രൈസ്തവ സമുദായത്തെ ഒന്നായിക ബാധിക്കുന്ന ഈ ഒരു വിഷയത്തെ എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യാൻ സഭാ നേതൃത്വം തയ്യാറാകുന്നില്ല? അല്ലെങ്കിൽ സഭയുടെ സംഘടനകളായിട്ടുള്ള AKCC പോലുള്ള സംഘടനകളുണ്ട്, യുവജന സംഘടനകളുണ്ട്. ഈ സംഘടനകളെ കൊണ്ട് കേസിൽ കക്ഷി ചേർക്കുകയും ഇവരെ കൊണ്ട് കേസ് നടത്തിപ്പിക്കുകയും അതിനു വേണ്ടുന്ന സാമ്പത്തിക സഹായം സഭയിൽ നിന്ന് നൽകുകയും എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം സാധാരണ വിശ്വാസികളിൽ നിന്ന് ഉയരുന്നുണ്ട്. അത് കണ്ടില്ല എന്ന് നടിക്കുവാൻ സഭാ നേതൃത്വത്തിന് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് കൃത്യമായും ഇടയര് തങ്ങളുടെ അജഗണങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള നിലപാടെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും വിശ്വസിക്കുന്നത്. ക്രൈസ്തവർക്ക് നീതി ലഭ്യമാക്കി തന്ന ഹൈക്കോടതി വിധിക്കെതിരെയുള്ള സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിച്ച അപ്പീലിനെതിരെ ശക്തമായ വിമർശനമാണ് ഈ ചർച്ചയിൽ ഉടനീളം മുഴങ്ങിക്കേട്ടത്. നീതിക്ക് വേണ്ടിയുള്ള, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ക്രൈസ്തവരുടെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ലോപ്പസ് മാത്യു, ശ്രീ സുശീൽ ഗോപാൽ, ശ്രീ ജിൻസ്, 3 പേർക്കും നന്ദി.